കാലനും ദൈവം കൂടി ഒരുമിച്ച് സ്റ്റേജിൽ അമ്പലപ്പുറമ്പിൽ പോയി ചിരിപ്പിക്കാൻ പറ്റണല്ലോ. നല്ല തിരക്കിന്റെ ഇടയിൽ പോകുമ്പോ ഈ പുള്ളി സാമിപാദം ആ പൂച്ചയുടെ പുറകെ പോയി അതിന് കമത്തി കിടത്തി അതിനെ ഇക്കിളിയിട്ട് അത് കക്കിച്ച ഇത് പറഞ്ഞപ്പോ പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കോട്ടെ. നിന്നവരൊക്കെ കണ്ണ് പറഞ്ഞ് സ്പോട്ടിൽ കൈയിടിയ സലീമണ്ണോട് ഇരിക്കുക കേട്ടോ. അവനാൽ കഴിയുന്നവൻ ചെയ്തു. പെണ്ണും സലീമേട്ടനും മാത്രമാണ് മലയാളികള് ഓവറാക്കാനുള്ള ഇത് കൊടുത്തിട്ടുള്ളത്. സലീമേട്ടൻ നമ്മുടെ എല്ലാവരുടെയും നഷ്ടം. പാതിരാക്കിളി ഒരു പാൽക്കടൽ കിളി ഓണമായിതാ തിരുവോണമായിതാ. ഏറ്റവും മനോഹരമായ തിരുവോണത്തിൻ്റെ ദിവസം, ഏറ്റവും നല്ല പൂക്കളം, വിഭവസമൃദ്ധമായ സദ്യ, നമ്മൾ ഏറ്റവും ഇഷ്ടപ്പെടുന്ന അതിഥികൾ വരുന്ന ദിവസം. ഇന്ന് ഏറ്റവും ഞങ്ങൾ ഇഷ്ടപ്പെടുന്ന, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന രണ്ട് അതിഥികളാണ് വരുന്നത്. അതെ, വളരെ സന്തോഷത്തോടു കൂടിയിട്ട് നമുക്ക് അവരെ നല്ല അടിപൊളിയായിട്ട് സ്വാഗതം ചെയ്യാം. ബിബിൻ ജോർജ് ആൻഡ് ധർമ്മജൻ ബോൽഗാട്ടി, വെൽക്കം. എല്ലാവർക്കും ഹാപ്പിയാണോ? വലിയ സന്തോഷം രണ്ടുപേരെയും കാണുക എന്നുള്ളത്. വലിയ നമ്മളെപ്പോഴും അല്ലാതെ കാണുന്നുണ്ടെങ്കിലും ഇങ്ങനെയൊരു ഇതിനകത്ത് കാണാൻ വഴിയില്ല. കാരണം ഒരുപാട് പേരുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആളുകൾ, അതും ഏറ്റവും കൂടെ ചിരിപ്പിച്ച ചിന്തിപ്പിച്ച ആളുകൾ. ഇപ്പോൾ ഒരു ചിരി ഇരു ചിരി എന്നുള്ള പ്രോഗ്രാംസ് ഇപ്പം സജീവമായി പോയിക്കൊണ്ടിരിക്കുന്നു. ജഡ്ജസ് ആയിട്ടാണ് ഇരിക്കുന്ന ആളോട് നമ്മൾ ഒരുപാട് ആൾക്കാർക്ക് ഭാവി ഉണ്ടാക്കി കൊടുത്ത രണ്ടുപേരാണ്. കാരണം എനിക്ക് ഓർമ്മ ധർമ്മൻ ചേട്ടാ, ഓർമ്മയുണ്ട്, എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതൊക്കെയാണല്ലോ. സത്യം പറയണേ, എന്റെ ആദ്യത്തെ ഒരു സീരിയൽ ഒരു സിറ്റ്കോം എന്ന് പറഞ്ഞത് ധർമ്മജൻ ചേട്ടൻ എഴുതിയ ഒരു സീരിയലാണ്. അപ്പൊ അന്ന് ഞാൻ പോകുമ്പോ ഭയങ്കര എഴുതിയതാ. അവനും റൈറ്ററായിരുന്നു. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ഇന്ന് റൈറ്റേഴ്സിനെ കൊണ്ട് തന്നെ ഞങ്ങൾ ഓണം അടിച്ചു പൊളിക്കാൻ ഞങ്ങളെയാണ് വിളിച്ചത്. ഇത് എട്ട് സുന്ദരി ചാനലാണോ? ഓ, എട്ട് സുന്ദരി ഞാൻ തോമസ് തോപ്പിൽ കൂടെ അതും പുള്ളി തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നു. ഞാൻ അഭിനയിച്ചാണ് എട്ട് സുന്ദരി. അതിലഭിനയിക്കാത്ത ഒരു വീട്, ഒരു അങ്ങറ്റത്തോട് ഞങ്ങൾ കൊതിച്ചിട്ടുണ്ട്. ഞങ്ങള് ടി വി കാണലല്ലേ ഇത്, അയ്യോ ഇതിലൊന്നും അഭിനയിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന് പറഞ്ഞ് കൊതിച്ചിട്ടുണ്ട്. അന്ന് മണിയമ്പിള്ള രാജേട്ടൻ അമേരിക്കയിൽ പോയപ്പോൾ പകരം കൊണ്ടുവന്ന രണ്ടുപേര്, ഒന്ന് സുധീഷും ഞാനുമാണ്. അങ്ങനെ ഒരു കുറച്ച് നാളത്തെ എപ്പിസോഡ് മാത്രമായിട്ടുണ്ടായിരുന്നു. എന്നാലും വലിയ സന്തോഷം. നമ്മൾ ഒരുപാട് കഥകളും ബാക്കിയുള്ളവരുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ കേൾക്കുന്ന ആളാണ് ബിബിൻ. അപ്പൊ ഇന്ന് ബിബിൻ പറയുന്ന കാര്യങ്ങളാണ്. എന്നിടയ്ക്ക് ഞാൻ ഒരു കാര്യം പറയാം. ഇപ്പൊ സൈക പറഞ്ഞ പോലെ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടൊരു സിനിമാടൻ്റെ കൂടെ ഫോട്ടോ എടുക്കണത് ഷായിച്ചൻ്റെ കൂടെയും നസീർക്കയുടെ കൂടെയാണ്. നാട്ടിലൊരു കല്യാണം, അത് ഞങ്ങളവിടെ പാലമൊന്നും വന്നിട്ടില്ല, ഗോശ്രീ പാലമൊന്നും വന്നിട്ടില്ല. ബോട്ടിന് ഇപ്പുറത്തേക്ക് ഒരു കല്യാണത്തിൻ്റെ ചടങ്ങിനായിട്ട് ഇറങ്ങി അങ്ങനെ നടക്കുവാണ്. ഇപ്പോൾ ഹൈക്കോർട്ട് ജെട്ടിയുടെ അവിടെയാണ് ബസ് ഇട്ടേക്കുന്നത്. അപ്പോൾ അതിലോട്ട് പോകാൻ നേരം നമ്മുടെ അടുത്തുള്ള സോപ്പ് പൊട്ടി ക്യാമറ, പണ്ടത്തെ സോപ്പ് പൊട്ടി ക്യാമറ, ഇടാ ഇല്ലടാ എന്ന് പറഞ്ഞിട്ട് ഇവ മറിമായത്തിലൊക്കെ ചെയ്യേണ്ട സലീം ഹസനുണ്ട്, പാരി എന്നൊക്കെ പറഞ്ഞത്. അവന് ഞാനും കൂടെ നോക്കുമ്പോൾ ഇങ്ങനെ രണ്ടും കൂടി ഭയങ്കര പാരപ്പറ്റിൽ നിന്നിട്ട് കാലുമേക്കാലൊക്കെ കയറ്റി ഭയങ്കര ചർച്ചയും വർത്തനമൊക്കെ ആയിട്ട് ഞങ്ങളൊന്ന് രണ്ടും കൂടി നിന്ന് ഫോട്ടോ എടുത്തിട്ട് ഞങ്ങളത് പ്രിൻ്റൊക്കെ എടുത്തിട്ട് എൻ്റെ വീടിൻ്റെ എൻ്റെ റൂമിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആ ഫോട്ടോ ഒട്ടിച്ച് വെച്ചിട്ട് ബ്ലാക്ക് ഇത് വെച്ചിട്ട് ഇങ്ങനെ ഒട്ടിച്ചിട്ട് കുറേ കാലം അത് ദ്രവിച്ചു പോണവരെ അങ്ങനെ ഉണ്ടായിരുന്നു. ഞങ്ങൾ ദ്രവിച്ചിട്ട് ഫോട്ടോ ഭയങ്കര ഓർമ്മയാണ്. ആദ്യമായിട്ട് ഒരു ഫോട്ടോ എടുത്തത് കേൾക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷവും. ആദ്യമായിട്ട് വേറെ ആരെയും നമ്മൾ അങ്ങനെ ഒന്നും എടുത്തിട്ടില്ല. അന്ന് ആ ക്യാമറ ഈ കല്യാണത്തിന് പോണതുകൊണ്ട് ഉണ്ടായതാ. അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ, മൊബൈലിൽ ഫോട്ടോ എടുക്കലൊന്നും ഇല്ല. അതുകൊണ്ട് ഈ സോപ്പിട്ടി ക്യാമറയിൽ ഞങ്ങൾ എടുത്തു.
സത്യം പറഞ്ഞാല് അന്ന് കുറെ പേരൊക്കെ കൂടെ ഉണ്ടെങ്കിൽ ഞങ്ങൾ ഓടി വന്നിട്ട് അതെ ആ ഗ്യാപ്പിൽ വന്ന് എടുത്തതാ. ഈ പറഞ്ഞ പോലെ അനുഭവങ്ങളും ഓർമ്മകളൊക്കെ പറയാനാണെങ്കിൽ അതേ ഉള്ളൂ. അതെ. അതായത് പ്രത്യേകിച്ച് ചേട്ടനുമായിട്ടുള്ള ബന്ധപ്പെട്ടത്. കാരണം നമുക്ക് അന്ന് ഞാനിപ്പോൾ പറയായിരുന്നു ജിനി തിയേറ്റർ എന്ന് പറഞ്ഞൊരു തിയേറ്റർ ഉണ്ടായി കാക്കനാട്. അപ്പോൾ അവിടെ പോയിട്ട് കണ്ടിരിക്കുന്ന സിനിമകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തെ കാലത്ത് മിമിക്സ് ആക്ഷൻ 500 അപ്പോൾ അതിൽ എനിക്ക് ഇപ്പോഴും ഓർമ്മയുള്ളത് അതിലൊരു പാട്ടുണ്ട്, ഒരു സൈക്കിൾ ഉന്തിയിട്ട് ചേട്ടൻ അല്ലേ, അന്ന് ലാലേട്ടൻ്റെ ഒരു സംഭവമാണല്ലോ. അപ്പം നമുക്ക് അന്ന് വേറെ പ്രോഗ്രാമുകൾ കാണുമ്പോഴും ഈ ചേട്ടനെ കാണുമ്പോഴും പകുതി നമുക്ക് ലാലേട്ടനോടുള്ള സ്നേഹം പുള്ളിനോടും തോന്നും. സെയിം, അതിപ്പോഴും അങ്ങനെ തന്നെ. അന്ന് ഈ അന്നത്തെ സിനിമകളിൽ ആക്ച്വലി പൈസയൊന്നും ഇല്ലല്ലോ. ആദ്യത്തെ സിനിമകളിൽ കട ഈ പറയുന്ന രീതിയിൽ നമുക്ക് കടപ്പാടാണ് ഫസ്റ്റ് സിനിമയിൽ, പിന്നെ അത് കടവായി മാറും രണ്ട് സിനിമ. അപ്പോൾ ആദ്യം അപ്പോൾ നമ്മൾ പോകുമ്പോഴേ നമുക്ക് പെർമിഷൻ തന്നിരിക്കുന്നത് ഉച്ചയ്ക്ക് ഇനി ഫുഡ് ലേറ്റ് ആയാലും നമുക്ക് ചായ കുടിക്കാം, ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റില്ല. കവിതാ ഹോട്ടലിലൊക്കെ ആയിരിക്കും താമസം. അപ്പോൾ ആർക്കും പൈസ ഇല്ല. അപ്പോൾ ഫുഡ് ഓർഡർ ചെയ്യാൻ പറ്റാണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ ഹോട്ടലുമായിട്ട് ഒരു ഉടമ്പടി വെച്ചിട്ട് 12 ചായയുടെ ബില്ല് ചെയ്തിട്ട് ഒരു 2 പൊറോട്ടയും ബീഫും കഴിക്കും. വേറെ വഴിയില്ല, ഒന്നുമില്ല. ഡ്രസ്സുകളൊക്കെ നമ്മൾ തന്നെ എടുക്കണം, അങ്ങനെയുള്ള കാര്യം. പക്ഷേ ആ സിനിമകൾ അന്നത്തെ കാലത്ത് നമുക്ക് കിട്ടുന്ന അവസരങ്ങളാണെങ്കിലും അന്ന് എനിക്ക് തോന്നുന്നത് വളരെ തുച്ഛമായ പൈസ കൊണ്ടാണ് ഒരു പ്രൊഡ്യൂസർ വരുന്നത്. പക്ഷെ പടങ്ങളെല്ലാം ഹിറ്റാ. ഇത് ഹിറ്റാ, 1000 ഹിറ്റാണ് ആ സമയത്ത്. പാലക്കാട് നിന്ന് എറണാകുളത്തേക്ക് കയറിയിട്ട് ഹൈനസ് എന്ന് പറഞ്ഞൊരു ട്രൂപ്പിലാണ് എൻ്റെ നാട്ടിൽ വന്ന് കളിക്കുന്നുണ്ട്. അപ്പോൾ ആ ട്രൂപ്പില് മോഹൻലാൽ മാത്രമായിട്ടാണ് ചെയ്യണത്. അത് അവരുടെ ട്രൂപ്പില് മെയിൻ ആയിട്ടാണ്. ആദ്യം മോഹൻലാൽ ഇറങ്ങണത് ഷാജേട്ടനാണ്. ഹൈനസ് എന്നാണ് ആ ട്രൂപ്പിന്റെ പേര്. മാർട്ടിൻ. അന്ന് ഒരു വിഭാഗം ആൾക്കാരാണ്, അവരെല്ലാം നല്ല ഗുണ്ടായസുള്ള ആൾക്കാരാണ്. അപ്പൊ ആരും കൂവില്ല കൊച്ചിയില്. നല്ല ടീമുകൾ ബാക്കിൽ വന്നിട്ട് കൈകെട്ടി നിൽക്കും. പിന്നെ മാർട്ടിൻ, അന്ന് അതിൽ തോമസ് കൂടി, സലിംകുമാർ വന്ന് ജോയിൻ ചെയ്തു. അന്ന് അങ്ങനെയൊക്കെ ആയിരുന്നു ഒരു ഗ്രൂപ്പ് ഉണ്ട്. നല്ല ടീമായിരുന്നു അത്. നല്ല മോഹൻലാലിന്റെ ഒക്കെ എൻട്രി ഒക്കെ ഭയങ്കര രസമാണ്. അന്ന് വേറെ ആരും ചെയ്ത് കണ്ടിട്ടില്ല. നമ്മൾ ആദ്യമായിട്ടാണ് ഷാജന്റെ ഇതിലാണ്. ലൈഫിൽ എനിക്ക് തോന്നുന്നത് കുറച്ച് കാലം കൊണ്ട് ഏറ്റവും കൂടുതൽ ഇപ്പോൾ പിഷാരടി ഒരുപാട് തമാശകൾ പറയുന്നുണ്ടെങ്കിലും ഒരുപാട് തമാശകളുടെ സ്റ്റോക്ക് എന്ന് പറയുന്നത് അവൻ കേട്ട് ചിരിക്കും, എല്ലാം ചിരിച്ചിട്ട് ഭയങ്കര ചിരിയാക്കി ചിരിച്ചിട്ട് പിന്നെ കഥ വരാൻ നേരത്ത് അവന്റെ വീടിന്റെ അടുത്തുള്ള ആളാണ് കഥ പറഞ്ഞു കൊടുക്കുക. ഷൂട്ടിനൊക്കെ ഇരിക്കുമ്പോ പെട്ടെന്ന് എടാ ഞാൻ ഷൂട്ടിലായിരിക്കണമെങ്കിൽ ഇപ്പൊ തന്നെ ഒരു സാധനം കൂടി പറഞ്ഞുതരാം അടിച്ചോ എന്ന് പറഞ്ഞിട്ട് അത് കൊടുത്തോ അവൻ അപ്പൊ തന്നെ അത് അവന്റെ നാട്ടിലുള്ള. അല്ല, ഇതിൽ വേറൊരു കോമഡി കൂടി ഉണ്ട്. ഇത് നമ്മൾ പറഞ്ഞു കൊടുത്തത് മറന്നുപോയിട്ട് കറങ്ങി തിരിഞ്ഞ് പുള്ളി നമ്മളോട് കുറെ പേരുണ്ട്. അത് കുറെ പേര്. അത് ഈ നമ്മുടെ സിദ്ദിഖിക്കാടെ ചേട്ടനുണ്ടല്ലോ മജീദിക്ക് ഒരു കഥ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് അടുത്ത് എനിക്ക് മാറിപ്പോകും. പിന്നെ അടുത്ത ലൊക്കേഷനിൽ ചെല്ലാൻ നേരത്തെ പുള്ളി ചെറുതായിട്ടൊന്ന് ബിബിൻ എന്നുള്ള പേര് മാറ്റിയിട്ട് ഷാജോൺ ആക്കും, ഷാജോൺ എന്നുള്ള പേര് ഷാജു ആക്കും, പേര് മാറ്റിയിട്ട് നമുക്ക് തന്നെ ഇത് തരും. അപ്പൊ ഞാൻ സിദ്ദിഖ ഒരു ദിവസം വിളിച്ചപ്പോൾ പറഞ്ഞു നിങ്ങളുടെ ചേട്ടന് ഈ പരിപാടിയാണല്ലോ, നീ അല്ലാണ്ട് പുള്ളിനോട് കഥ പറഞ്ഞു കൊടുക്കുമോ? പുള്ളി അത് മാറ്റി പേരൊക്കെ മാറ്റി നമുക്കിട്ട് തന്നെ തിരിച്ചടിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഇത് എനിക്കിട്ട് വേണ്ടട്ടാ. ഹനീഫ് ഖയെ കുറിച്ച് പണ്ട് പറയായിരുന്നു. അന്ന് ഇൻകമിങ് ഔട്ട് ഗോയിങ്ങും പൈസ കൊച്ചിൻ അതെ. അപ്പോൾ കൊച്ചിൻ ഹനീഫ് ഖയുടെ കുറിച്ച് പണ്ട് ഒരു കഥ പറയായിരുന്നു. അത് ഹനീഫ് ഖയ്ക്കാണ് ഏറ്റവും കൂടുതൽ മൊബൈൽ ബില്ല് വരിക. കാരണം എങ്ങനെ വരുന്നത് വെച്ചാൽ ഹനീഫ് ഖ ഈ പറയുന്ന രീതിയിൽ ഫോണ് അവിടെ എവിടെയെങ്കിലും വെച്ചിട്ട് ഇരിക്കുന്ന സമയത്ത് ആ ഉള്ള സമയം കിടന്ന് ഉറങ്ങിയിട്ട് എണീറ്റ് നോക്കുമ്പോൾ ഈ ഫോൺ കാണില്ല. അപ്പോൾ പുള്ളി അവിടെ ഇരിക്കുന്ന ബാക്കിയുള്ളവരുടെ ഫോൺ വിളിച്ചിട്ട് പല ഫോണും ആയിട്ട് ഈ ഫോണിലേക്ക് വിളിച്ചു കഴിയുന്ന സമയത്ത് അവസാനം ഫോൺ കിട്ടും. അങ്ങനെ ഫോൺ കിട്ടുന്ന സമയത്ത് പുള്ളി ഫോൺ എടുത്ത് നോക്കുമ്പോൾ എന്നിട്ട് വീണ്ടും ഒന്നോട്ട് ഉറങ്ങിയിട്ട് പിന്നെ എണീറ്റ് നോക്കുമ്പോൾ ഇതിനകത്ത് മിസ് കോൾ ഒരു 30 എണ്ണമുണ്ട്. പുള്ളി വിളിച്ചാൽ പല ഫോണും ഈ ഫോണുകളിലേക്കൊക്കെ പുള്ളി തിരിച്ചു വിളിക്കും. ആരെ എന്നെ വിളിച്ചത്? കഥകളുടെ കേസിലേ ഇപ്പൊ ധർമ്മേട്ടനാണെങ്കിലും ധർമ്മേട്ടന്റെ ആ ബോൾ ഗാട്ടി ധർമ്മേട്ടൻ ഒരു നോവൽ എഴുതാനുള്ള എനിക്ക് തോന്നുന്നു ചില്ലുകളെന്നോ കുപ്പിച്ചില്ലെന്നോ അങ്ങനെ എന്തോ ഒരു പേരിൽ നോവൽ എഴുതാനുള്ള പ്ലാൻ ഉണ്ടായി. ഇത്രയും കഥാപാത്രങ്ങൾ പുള്ളിക്കറിയാം. പുള്ളിയുടെ നാട്ടിൽ ബോൾഗാട്ടി മുളകുപാട് എന്ന് പറഞ്ഞ പരിസരത്ത് ജീവിച്ച അതേപോലെ തന്നെ അൺടോൾഡ് സ്റ്റോറി പറയുന്ന ആളാണ് സായിച്ചേട്ടനും. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് പേര് പിഷാരടിക്കാണെന്നേ ഉള്ളൂ. കഥകള് അല്ല ഇങ്ങനെ ഒരുപാട് 15-20 കഥകൾ പറയും. ഇത് കഥകൾക്ക് പറയാനുള്ള ഒരു സ്കില്ലെന്ന് പറയുന്നത് അത് വലിയ ഞാൻ ഏറ്റവും വലിയ കലയായിട്ട് കാണുന്ന ഒരു സാധനമാണ് കഥാപ്രസംഗം.
കാരണം ഒന്ന് വൺ മാൻ ഷോ ചെയ്യാനുള്ള ഒരു ധൈര്യം, സ്റ്റാൻഡപ്പ് ആണല്ലോ, അയ്യോ അതെ അതിൽ പാട്ട് പാടണം. അതിൽ കഥകൾ ഓർമ്മിപ്പിക്കുക, അതെ അതിൽ മോണാക്ട് മിമിക്രി, പല ശബ്ദത്തിൽ എല്ലാ കലയും കൂടി ഉള്ള ഒരു സാധനമാണ് കഥാപ്രസംഗം. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ആ കാര്യത്തിൽ മിടുക്കന്മാരാ, കഥ പറയുന്ന കാര്യത്തില് അല്ലേ? നമ്മുടെ രാജാ സാഹിബ് ഇല്ലേ, രാജാ സാഹിബ് ഒരു കഥ പറഞ്ഞിട്ട് കോമഡിയാണ് അവൻ പറയുന്നത് ഉദ്ദേശിക്കുന്നത്. അവൻ കോമഡി പറഞ്ഞങ്ങ് അങ്ങ് കയ്യിന്ന് പോയി ചളിച്ച് നാശമായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവൻ പറയാണ് എല്ലാവരും ഉണ്ടായിരിക്കുക, ഈ കോമഡിക്ക് മസ്കറ്റിൽ ഭയങ്കര ചിരിയായിരുന്നു. അതിന് ചിരിച്ചെല്ലാരും. അപ്പൊ നമുക്കും ഈ പറയുന്ന അബദ്ധം വരും ചില സ്ഥലത്ത് നമ്മൾ പറഞ്ഞിട്ടേ കഥയങ്ങ് അതിലേക്ക് എത്താൻ ഒരു പാടുപെടുമ്പോൾ നമ്മൾ പരാജയപ്പെടും. രാജചേട്ടനും കൊല്ലം സ്രായിക്കും കൂടി വർത്താനം പറയണ കഥ പിഷാരടി ഉണ്ടാക്കി പറയാറുണ്ട്. രണ്ടുപേരും കൂടി നമ്മൾ നോക്കുമ്പോൾ ഡ്യൂറേഷൻ നോക്കാൻ നേരത്ത് 3/4 മണിക്കൂറൊക്കെ സംസാരിക്കുന്നു. പക്ഷെ ഇവര് സംസാരിച്ചേക്കുന്നത് വളരെ കുറച്ചുണ്ടാവും. രാജ എവിടെടാ എന്ന് ചോദിക്കും. രാജ ചേട്ടൻ ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടക്കാ പെട്ടെന്ന് ഇവിടെ നിന്ന് പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ സംസാരിച്ചൊരു 3/4 മണിക്കൂർ വെക്കുമ്പോഴേക്കും മാറ്ററിലേക്കേ കടന്നിട്ടുണ്ടാവില്ല. എന്റെ കൂട്ടത്തിൽ ഒരുത്തനുണ്ട്, സുബീഷ് എന്നാണ് പേര്. ഞങ്ങളുടെ ഈ നമ്മുടെ ചൈൽഡ്ഹുഡ് കൂട്ടുകാരല്ലേ മനസ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു കൂട്ടുകാരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. വാട്സപ്പ് ഗ്രൂപ്പ് ഒന്നുമല്ല, ചെറുപ്പം പോലുള്ള കൂട്ടുകാരാണ്. അപ്പോൾ അതിൽ ഒരുത്തനുണ്ട്, അവൻ തമാശ പറയും. അപ്പോൾ ഒരു ബന്ധുല എല്ലാവരും ഇങ്ങനെ കേട്ടിരിക്കോട്ടെ, ഒരു ബന്ധുല്ലാതെ കേൾക്കും. അപ്പം തമാശ പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് ഏറ്റില്ല, ചീഞ്ഞു പോയി. അപ്പം തന്നെ അവൻ അടുത്ത ആളോട് എടാ വേറെ ഉണ്ടാന്ന്, അതായത് നേരെ ഇവൻ പറഞ്ഞു കൊടുത്താണെന്നുള്ള രീതിയിലോ. അപ്പൊ എല്ലാരും കൂടി നീ നേരെ അവന്റെ തലയിട്ടൊക്കെ വെച്ചു കൊടുത്തേ. അങ്ങനത്തെ ഒരു സുബീഷ്. പക്ഷെ നമ്മളുടെ ഗ്രൂപ്പുകളൊക്കെ കൂടാൻ നേരത്ത് കഥകളിങ്ങനെ വന്നിട്ടിരിക്കും. പെട്ടെന്ന് ഒരാൾ നിർത്താൻ കാത്തിരിക്കും അടുത്ത ആള് തുടങ്ങാനായിട്ട്. ഞാൻ കേട്ടു നിങ്ങൾ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഇപ്പൊ ഇന്റർവ്യൂ ഞാൻ ചെയ്യണ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും മറക്കാനാവാത്തൊരു ഓണം ഉണ്ടാവില്ല. അതിൽ ഏറ്റവും കോമഡി ഉള്ളൊരു ഓണം ഏതാ? ധർമ്മേട്ടന്റെ ഞാൻ സാധാരണ പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഓണത്തിന്, ക്രിസ്മസിന്, വിശേഷപ്പെട്ട ദിവസങ്ങളിൽ, വിഷുവിനൊന്നും ഞാൻ പ്രോഗ്രാമിന് പോക്ക് ഇല്ല. അങ്ങനെ അറിയാണ്ട് ഞാനൊരു ഹൈലൈറ്റ്സ് എന്ന് പറഞ്ഞൊരു ട്രോപ്പി കളിക്കുന്ന ടൈമിന് ഞാൻ ഈ ഓണത്തിന്, തിരുവോണത്തിന് 2 പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന്. ഒരെണ്ണം അടൂരാണ്. അടൂർ കഴിഞ്ഞിട്ട് ഇങ്ങനെ പോണ വഴിക്ക് പിന്നെ പൂജപ്പുര സെൻട്രൽ ജയിലിൻ്റെ തൊട്ടിപ്പുറത്തെ ഗ്രൗണ്ടിലാണ്. ഞങ്ങൾ ആദ്യത്തെ പ്രോഗ്രാമിന് ഫുഡ് കഴിക്കാതെ അവിടെ നിന്ന് അവർ കഴിക്കുന്നൊക്കെ പറഞ്ഞിട്ട് പറ്റിയില്ല. ഞങ്ങൾ കുന്നത്തൂർ എന്ന് പറഞ്ഞൊരു സ്ഥലം എത്തിയപ്പോൾ ഞങ്ങളുടെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി. തിരുവോണമാണ്, ഒരൊറ്റ കട തുറന്നിട്ടില്ല, ഫുഡ് കഴിക്കാൻ മാർഗമില്ല, ഒന്നുമില്ല. വലിയ ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്, സുബ്രഹ്മണ്യം മുളകാട്ടി, കൊല്ലം സിറാജ് തുടങ്ങിയുള്ള ആർട്ടിസ്റ്റുകളൊക്കെ ഉണ്ട്. പഷാൺ ഷാജിയുടെ ചേട്ടനൊക്കെയാണ് അന്ന് മാനേജർ. പഷാണൊന്നും മിമിക്രിയിലൊന്നും വന്നിട്ടില്ല. അങ്ങനെ അവിടെ നിർത്തിയിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ള കൂട്ടുകാരനോട് ഒന്നും വിശന്നിട്ടും പാടില്ല, തിരുവോണമാണ്. ഞാൻ എൻ്റെ കൂടെ അടുത്തിരിക്കുന്ന കൂട്ടുകാരോട് പറഞ്ഞു, ഈടാ ഇത് നമ്മുടെ എൻ്റെ അമ്മാവൻ്റെ വീടുള്ള സ്ഥലമാണെന്ന് പറഞ്ഞു വെറുതെ. അത് വാ എന്ന് പറഞ്ഞ് നടന്ന് ഒരു ഇടത്തരം വീട്, അവിടെ ഒരു ഓണാഘോഷമൊക്കെ ഉള്ളൊരു സംഭവം, കുറേ പിള്ളേരൊക്കെ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ ഒരു ഭയങ്കര കാശുകാരുടെ വീടൊന്നുമല്ല. അവിടെ ചെന്നു, അമ്മാവൻ്റെ വീടാണെന്നല്ല ഇവനോട് പറഞ്ഞത്. ഞാൻ അവിടെ ചെന്ന് ഒരു ചേച്ചി ഇറങ്ങി വന്നു. അപ്പോൾ ഒരു പരിചയമില്ല, അവർക്ക് പരിചയമില്ല, നമ്മൾ ടി വിയിലൊന്നും ഇല്ലെന്ന്. അപ്പോൾ ആ ചേച്ചി ഇറങ്ങി വന്നപ്പോൾ ഞാൻ പറഞ്ഞ് ചേട്ടനില്ലേന്ന് ചോദിച്ചു. ചേട്ടനും ഇറങ്ങി വന്നിട്ട് പുള്ളിക്കും പരിചയമില്ല. അപ്പോൾ ഇവന് പിന്നെ സംശയം, അമ്മാവൻ്റെ വീടെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞങ്ങളിങ്ങനെ മിമിക്രിക്ക് പോകണേണ്, പ്രോഗ്രാമിന് പോകണ വഴിക്ക് വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അവിടെ കിടപ്പുണ്ടാകും, തിരുവോണമല്ലോ, വിശന്നിട്ടും പാടില്ല, ഇത്തിരി ഭക്ഷണം തരാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ ചേട്ടൻ അകത്തേക്കൊരൊറ്റ വലിയാണ് ഞങ്ങളാണ്. എന്നിട്ട് അകത്തിരുത്തി ഒരു 5 മിനിറ്റ് പപ്പടം കൂടിയൊക്കെ വറക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഇരുത്തി കഴിക്കുമോ എന്നൊക്കെ ചോദിച്ച്. അന്ന് ഈ ഓണത്തിനൊക്കെ ഇത്തിരി വില കൂടിയ മദ്യമൊക്കെ മേടിക്കുന്ന ടൈം, ഈ 2 തന്ന് ഞങ്ങൾക്ക് വീട്ടിൽ നിന്ന് നേരത്തെ പിടിച്ച് ട്യൂഷനിലേക്ക് ഇട്ട് ഭക്ഷണമൊക്കെ കഴിച്ചു. ഞങ്ങൾ നല്ല സമ്പുഷ്ടമായി. മൊബൈൽ ഒന്നുമില്ല, എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള തയ്യക്കടയിൽ നമ്പർ കൊടുക്കുന്നു. അവിടെ ഉള്ളൊരു പെങ്കൊച്ച് അവിടെ അതൊരു ടെലിഫോൺ ബൂത്തിൽ പോകുന്നുണ്ട്, അവിടുത്തെ നമ്പർ എനിക്ക് തരുന്നു, പിരിയുന്നു. അപ്പോൾ എന്തൊരു 30-30 വർഷമായിട്ട് ഇപ്പോഴും അവിടുത്തെ എല്ലാ ആവശ്യത്തിനും, എല്ലാ കാര്യത്തിനും, എന്താവശ്യമുണ്ടെങ്കിലും ഞാനിപ്പോഴും അതൊരു തിരുവോണത്തിന് പ്രത്യേകിച്ച് ഊണിൻ്റെ ഞങ്ങൾ തമിഴിൽ അജിത് ഫ്രം അറപ്പുകോട്ടെ കട്ടപ്പന ഋതിക് റോഷൻ്റെ തമിഴ് ചെയ്തു. അതിൽ രാത്രി ചോറ് മസ്റ്റാണ്.
ആ അന്ന് രാത്രി ഞങ്ങൾ നോക്കുമ്പോൾ എങ്ങനെയായാലും ഞാൻ റൂമിൽ ചെല്ലുമ്പോഴേ ഒരു പാചക മൊത്തം റൂമിനകത്ത് ഉള്ളി അറിയുന്നു ഫുൾ സാധനം. അപ്പൊ അതിന്റെ എന്തോ അതിന് അല്ല ഞാൻ പറയാൻ പോയ തമാശ ഒന്നുമല്ലട്ടാ. ഈ ഭയങ്കര നിങ്ങൾ എഴുതി വെച്ചതിലൊരു നല്ല സീനാണ്. മറ്റേ നമ്മുടെ വിഷ്ണു ഒരു ഷൂട്ടിംഗ് സ്ഥലത്തേക്ക് കനി എന്ന് പറഞ്ഞ പെണ്ണിനെ പറഞ്ഞു ഒരു ഇഷ്യൂ ഉണ്ടാവുമല്ലോ. ആ ഇഷ്യൂ ചോദിക്കാൻ വേണ്ടിയിട്ട് സലിംകുമാറിന്റെ കഥാപാത്രം വരുന്നുണ്ട്. അപ്പൊ സലിംകുമാറിന്റെ കഥാപാത്രമായിട്ട് അഭിനയിക്കണത് മനോബാല മറ്റേ കഥാപാത്രമാണ്. ചിന്ന ചിന്നിജയന്തും ഉണ്ട്, മനോബാല ഉണ്ട്. അപ്പൊ സലീമേട്ടന്റെ ക്യാരക്ടർ മനോബാലയാണ്. അപ്പൊ ഇവര് ഞാൻ രാവിലെ ചെല്ലുമ്പോൾ തുടങ്ങി കാണുന്നത് ഇവര് മൊബൈലിൽ ഈ സിദ്ദിഖും സലിംകുമാറും കൂടി അഭിനയിക്കുന്ന സാധനങ്ങളൊക്കെ കണ്ടിട്ടിരിക്കണേ. മലയാളം പടമല്ല, തമിഴ് പടമാണ്. അവരൊന്നും നോക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മളുടെ ഇവിടുന്ന് ഈ സിദ്ദിഖും സലിംകുമാറൊക്കെ എന്ന് പറഞ്ഞാൽ അത്ര നേരം കഥ പറഞ്ഞിരുന്നിട്ട് നേരെ പോയിട്ട് ഒറ്റടിയാണ്. അത് ഇവര് രാവിലെ തുടങ്ങിയത് ഒരു എക്സാമിന് പഠിക്കണ പോലെ പഠിച്ചിട്ടിരിക്കണേണ്. ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഭയങ്കര ഒരു ഇതാണ്. അവരിത്തിരി ബഹളവും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിൻ്റെ ഇടയിൽ ഷാജേട്ടന് ഒരു ഡയലോഗ് ഉണ്ട്, വിട്ടിടുങ്കേ മാത്രമേ ഉള്ളൂ. ഒരു തള്ളലും മുന്തലും ഒക്കെ വരാൻ നേരം നീ എൻ്റെ മോളെ കൊണ്ടിട്ട് മറ്റേ വർഷാന്നൊക്കെ പറഞ്ഞതിൻ്റെ ഇടയിൽ വിട്ടിടുക്കെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ പുള്ളി ആണെങ്കിൽ ഈ മനോബാല സാറ് ഭയങ്കരമായിട്ട് ഇവിടെ ഒരു ചെടിച്ചട്ടിയുണ്ട്, ഞാനിവിടെ ഉണ്ട്. അപ്പം ഞാൻ വരും, ഞാൻ കറക്റ്റായിട്ട് വരും. അത് പുള്ളി ഡയലോഗ് തെറ്റിക്കും. അത് ആദ്യമൊക്കെ എൻ്റെ തലയിലായി. അപ്പം നീ എന്താ എടുത്തുന്നു ഞാൻ പറഞ്ഞു ഞാൻ വന്നോളാം അതൊക്കെ പറഞ്ഞിട്ട് പറയണ്ടേ. അപ്പം എനിക്കിത് 5-8 ടേക്കും പോയി പുള്ളി എന്നെ കുറ്റം പറഞ്ഞിട്ടിരിക്കുക. ഞാൻ ചെടിച്ചിട്ട് അവിടെ നിന്ന് കറക്റ്റ് വരുന്നുണ്ട്. എൻ്റെ ഡയലോഗ് ആയിട്ടാണ് പുള്ളിക്ക് എന്താന്ന് പിടുത്തം കിട്ടണില്ല. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഈ ക്ലാഷ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ വിട്ടിടുങ്കോന്ന് പറയുന്ന ആ ഒരൊറ്റ ഡയലോഗാണ്. അപ്പോൾ 5-10 ടേക്കൊക്കെ കഴിഞ്ഞിട്ടും പുള്ളി ഇങ്ങനെ വന്നപ്പോൾ ഞാൻ പറഞ്ഞ് എനിക്ക് തമിഴ് വശമില്ലാത്തതിൻ്റെ തമിഴ് അറിയാൻ പാടില്ലാത്ത രണ്ട് പേരാണ് ഞങ്ങൾ ആ ലൊക്കേഷനിൽ മെയിനുള്ളത്. ഒന്ന് സംവിധായകൻ ആദർശമൊന്നും ഞാൻ മെയിൻ ആൾക്കാരും. എന്നിട്ട് ഈ പുള്ളി തെറ്റിക്കുന്നു. ഞാനപ്പോൾ എനിക്കറിയാവുന്ന തമിഴും മലയാളം കൂടെ വെച്ചിട്ട് നീ ഉന്നപ്പണി ചെയ്യും, ഞാൻ കറക്റ്റാ ചെയ്തോളാന്ന് പറഞ്ഞു. കുറച്ചു നേരത്തേക്ക് സെറ്റിലൊരു മിണ്ടാട്ടില്ല. പുള്ളി എന്തോ 900 പടമൊക്കെ അഭിനയിച്ച ആളാണ്. ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊക്കെയാണ്. പിന്നെ അടുത്ത ഷോ അപ്പോൾ കുറച്ചു നേരത്തേക്ക് പിന്നെ സൈലൻ്റായി പോയി. ലൊക്കേഷൻ സൈലൻ്റായി പോയി. ഇത്ര വലിയ ആളോട് ഇങ്ങനെ പറഞ്ഞു ആഷ്കക്ക് എന്താണെന്ന് മനസ്സിലായിട്ടില്ല, ഒന്നും വേണ്ടിട്ടില്ല. പിന്നെ സംഭവം കയ്യിൽ നിന്ന് പോയെന്ന് മനസ്സിലായിട്ട് ഞാൻ പിന്നെ ഒന്നും അറിയാത്ത പോലെ പൊട്ടം കളിച്ചൊക്കെ അങ്ങനെ നിന്ന് അടുത്ത ടേക്ക് എടുത്തിട്ട് അതിൻ്റെ ഇടയിൽ ഭയങ്കര ക്ലാസ് അത് ഇത് ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ ഒരു ഡയലോഗ് ഉണ്ട്, വിട്ടിടുങ്കോ. അത് പറയുമ്പോൾ പുള്ളിക്ക് പിന്നെയും തെറ്റി. അതിൻ്റെ ഇടയിൽ കയറിയിട്ടാണല്ലോ പറയുന്നത്. പുള്ളി ഒരു കണക്കിന് ഇത് പഠിച്ചിട്ട് പറഞ്ഞേക്കണാണ് വിട്ടിടുങ്കോ. തമ്പി നീ ഒന്നും പെശണ്ട ഈ പുള്ളിനോട്. ഷാജേട്ടനോട് പറഞ്ഞേ നീ പെശണ്ട എന്ന് പറഞ്ഞ്. ഷാജേട്ടൻ ഒരു തെറിയും കൂട്ടിട്ടാ ആ ഡയലോഗ് പറയാനാണ് നമ്മൾ ഇവിടുന്ന് കേരളത്തിൽ നിന്ന് വണ്ടി കയറി ചെന്നൈയിൽ ചെന്ന് ചെന്നൈ എവിടെ ഷൂട്ട് പൊള്ളാച്ചി ചെന്ന് വെയിലുണ്ട്. ഞാൻ മറ്റേ വിട്ടിടുങ്ക ചിരിച്ചിട്ടുണ്ടല്ലോ. പിന്നത്തെ ടേക്കൊക്കെ ഞാനാ തെറ്റിച്ചത്. എനിക്ക് ചിരി വന്നിട്ടേ അതിനകത്ത് ഉഗ്രനായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടാ. പടത്തില് ഈ തമിഴും മലയാളം ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള സംഭവമാണെങ്കിലും ഞാൻ മലയാളത്തിനെക്കാട്ടി നന്നായിട്ട് തമിഴ്. എന്നോട് പടത്തിന് ഷൂട്ട് കഴിഞ്ഞപ്പോ പറഞ്ഞു, എടാ പടം ഇറങ്ങുകയാണെങ്കിൽ ധർമ്മജൻ തമിഴ് ഓട്ടോ മറ്റേതൊക്കെ. ഞാൻ ഈ റൗണ്ടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ ഇന്നാള് അതേപോലെ ബെന്നി പി നാരമ്പലത്തിനോട് ചോദിച്ചേ, ചേട്ടാ ഞാൻ എന്തോരെന്നുള്ള സിനിമയിൽ നിൽക്കുമെന്ന് വെച്ചത്. അയ്യോ ഒരു റൗണ്ടൊക്കെ ഓടും. ആ റൗണ്ട് വലുതാക്കണ നിന്റെ ചുമതലയാണ്. ഗ്രൗണ്ട് ചെറുതുണ്ട് വലുതുണ്ട്. മറ്റേ ഇതിന്റെ പോലെയൊക്കെ ഓടിയുടെ റൗണ്ട് വലുതാക്കേണ്ടത് നിന്റെ ചുമതലയാണ്. അതാണ് അതിന്റെ റൗണ്ട് എന്ന് പറഞ്ഞു. വിവിൻ സ്റ്റേജുകൾ ആരുടെ കൂടെയായിരുന്നു ഒരു സമയത്ത്? ഞാൻ കലാഭവന്റെ ജൂനിയർ ടീമിലാണ്. ഞാൻ ഫസ്റ്റ് പ്രൊഫഷണലി കളിക്കുന്നത് കലാഭവന്റെ ജൂനിയർ ടീമിലാണ്. അന്ന് എന്തൊക്കെയാണ്? അന്ന് സ്റ്റാറാടാ. അതാണ് അറിയേണ്ടത് അല്ലേ. സ്റ്റാർ ഞാൻ സലീമേട്ടന്റെ തമാശകളും എല്ലാം പറയുന്നത്. ഞാൻ ഉമ്മർ ചെയ്യുമായിരുന്നു. ഉമ്മറിന്റെ ഫിഗർ ഇട്ട് ചെയ്യുമായിരുന്നു. പിന്നെ സലീമേട്ടന് ചെയ്യുമായിരുന്നു.
പിന്നെ പൂജപ്പുരയോ അങ്ങനെ കുറച്ച് ആർട്ടിസ്റ്റുകൾ ചെയ്യുമായിരുന്നു. സ്കിറ്റ് ലീഡ് ചെയ്ത് കളിച്ചോണ്ടിരുന്ന ഞാനാണ്. അല്ല എനിക്ക് വിപിന്റെ ഏറ്റവും കൂടുതൽ ഞങ്ങള് സ്കിറ്റ് നമ്മൾ സാധാരണ സ്കിറ്റൊക്കെ കളിക്കുന്നതിന്റെ ഇടയ്ക്കാണ് എത്രയോ കാലത്തിന് ഒരു സിനിമാറ്റിക് സ്കിറ്റ് മറ്റേ അമരം. ഒയ്യോ അത് ഞങ്ങള് ഓസ്ട്രേലിയ അല്ലേ അത് കളിക്കാത്ത ആൾക്കാരല്ലെന്ന് തോന്നുന്നു. അത് കളിക്കാത്ത ആരുമില്ല, ഞാൻ ഒഴിച്ച് എല്ലാവരും ഇത് കളിച്ചു. ഈ കട്ടപ്പന ഋത്തിക് റോഷന്റെയോ അല്ലെങ്കിൽ അമറക്ക് റാണിയുടെയോ കട്ടപ്പന ഋത്തിക് റോഷനിലൊക്കെ സലീം കുമാർ അടുത്ത് ഓൾറെഡി വോയിസ് ചെയ്യുന്നതുകൊണ്ട് ഈ കഥ നറേറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ വോയിസിലാണോ ചെയ്തു കൊടുക്കുന്നത്? എല്ലാവരും എന്നെ ഉൾപ്പെടെ ഞാൻ വിപിന്റെ വീട്ടിൽ പോയിട്ടാണ് കഥ കേൾക്കുന്നത്. ചായ കുടിച്ച് ഇവൻ്റെ അമ്മച്ചി ചായ ഒക്കെ ഉണ്ടാക്കി തന്നിട്ട് ചേട്ടാ കഥ പറയാൻ ഞാൻ അങ്ങോട്ട് വന്നോ അല്ലെങ്കിൽ ചേട്ടൻ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് വിളിപ്പിച്ചത്. അപ്പം ഞാനും വിഷ്ണുവും അങ്ങനെ പറയുമ്പോൾ ദിലീപേട്ടൻ തന്നെ പറഞ്ഞു രണ്ടും ഒരേപോലെയൊക്കെ ഇരിക്കും. അജുവിനെയാണ് എല്ലാവരും പറഞ്ഞു വെച്ചാൽ ആ ക്യാരക്ടറിന്. ഞങ്ങള് കട്ടക്ക് പിടിച്ചു, കാരണം ഞങ്ങള് എഴുതിയ മീറ്റർ ഓൾറെഡി അങ്ങനെ പറഞ്ഞിട്ട് അപ്പോൾ ദിലീപേട്ടൻ തന്നെ അത്രക്കങ്ങോട്ട് പറ്റുള്ള അതിലോട്ട് ഈ രണ്ടുപേരും ഒരേപോലെ ഇരിക്കൂടാ, അത് നമ്മൾ പരീക്ഷണമല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം ഇവനൊക്കെ പോയിട്ട് ആ മീറ്ററിൽ പറഞ്ഞു കൊടുത്തു ഇത് ധർമ്മജനെ പറ്റുള്ളൂ എന്നൊക്കെ, ധർമ്മജൻ നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ കഥ വായിച്ചു കഴിഞ്ഞപ്പോ അങ്ങനെ ഉണ്ടല്ലോ. ഇത് ആ മീറ്ററിൽ വായിച്ചു കേട്ടിട്ട് ഏതാണ്ട് ഓൾറെഡി പുള്ളി ചെയ്ത പോലെ. കോട്ടയം നസീർ ഡയറക്ട് ചെയ്യാൻ വേണ്ടി പോയിരുന്നല്ലോ. അപ്പൊ നസീർ ഇതുപോലെ നറേറ്റ് ചെയ്യുന്നത് അതായത് നടന്മാരുടെ വോയിസിലാണല്ലോ പറയാം. അങ്ങനെ പൃഥ്വിരാജ് ഹീറോ ആയിട്ടായിരുന്നു പ്ലാൻ ചെയ്തത്. പൃഥ്വിരാജ് കഥ പറയുമ്പോ പൃഥ്വിരാജിന്റെ സൗണ്ട് അറിയില്ല, പകരം ലാലുലക്സിന്റെ എന്തോ പറഞ്ഞുകൊണ്ട് അങ്ങനെ അല്ല പിന്നെ നടന്നില്ല. അപ്പൊ ഞാൻ വിചാരിച്ചു മിക്കവാറും ആ വോയിസ് കിട്ടാത്തതുകൊണ്ട് വേറെന്തോ പറഞ്ഞിട്ടുണ്ടാവും. നമ്മുടെ ബൈജുച്ചേട്ടൻ ഉണ്ടല്ലോ, ബൈജുച്ചേട്ടൻ നമ്മുടെ തിരുവനന്തപുരം ബൈജുച്ചേട്ടൻ മാർഗംകളി എന്ന് പറഞ്ഞ പടം. അപ്പൊ ഞാനാണ് അതിന്റെ ഡയലോഗ്സ് ഒക്കെ എഴുതിയത്. ഞാൻ ഹീറോ ആയിട്ടുള്ള പടം ധർമ്മേട്ടനുണ്ട്. ധർമ്മേട്ടന്റെ കട്ടപ്പന കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ അതിലെ ബിലാൽ എന്നും പറഞ്ഞിട്ട് ഭയങ്കര സൗണ്ടിൽ സംസാരിക്കും, ബേസിൽ സംസാരിക്കുന്ന ആളുടെ. അപ്പൊ അതില് ഞാനപ്പോ ഈ എഴുതി കഴിഞ്ഞിട്ട് ഈ സ്ക്രിപ്റ്റ് വായിക്കുമ്പോ ഈ നമ്മൾ മിമിക്രിക്കാരായതുകൊണ്ട് ഈ ടോൺ വരുമല്ലോ. അപ്പൊ ഡയറക്ടർക്ക് ഞാൻ ഇത് ഇങ്ങനെ പറഞ്ഞു കൊടുത്തേക്കണേ, എടാ എപ്പോഴും അറിയില്ല എന്തത് ഈ സാധനത്തിൽ മീറ്ററിലാണ് എല്ലാം ബൈച്ചേട്ടൻ്റെ ടോണിലാണ് പറഞ്ഞു കൊടുത്തേക്കണേ. ഡയറക്ടർ പോയിട്ടാണ് കഥ ആരോട് പറഞ്ഞത്? ബൈച്ചേട്ടനോട്. ബൈച്ചേട്ടനോട് കഥ പുള്ളിയുടെ ടോണിൽ പറഞ്ഞത് അത് ഞാൻ ഉണ്ടായിക്കോളാം, നീ എനിക്ക് അത് ഞാൻ പറഞ്ഞോളാം. ബൈച്ചേട്ടാ മറ്റേ ഹോട്ടലില് ഭക്ഷണം കഴിക്കാൻ കൂട്ടിയിട്ട് പോട്ടെ ചില്ലി ചിക്കൻ ചോദിച്ചപ്പോ അവരില്ലെന്ന് പറഞ്ഞു. ബൈച്ചേട്ടന് തോക്കുണ്ടല്ലോ, പുള്ളി അതെടുത്തിട്ട് ടേബിളിന്റെ മുകളിൽ വെറുതെ വെച്ച് അവൻ ഇറങ്ങി ഓടിയിട്ട് എവിടെയോ പോയി പുള്ളിയുടെ കുറെ ഭയങ്കര ജെന്യുവിൻ മനുഷ്യനാണ്, ഭയങ്കര ജെന്യുവിൻ. അതായത് ഈ മാർഗംകളി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു പുള്ളിയായിട്ട് അഭിനയിക്കാൻ. കാരണം ഒന്ന് സീനിയറാണ്, എനിക്ക് ഇഷ്ടമായിരുന്നു. അപ്പൊ ഇഷ്ടവും ബഹുമാനവും കൂടി ഒരുമിച്ചുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമുക്ക് അഭിനയിക്കാനൊക്കെ നമ്മുടെ കെമിസ്ട്രി വർക്കൗട്ട് ആവില്ല. ശരിക്കും മറ്റേ കട്ടപ്പനയിൽ ഇവര് തമ്മിലുള്ള പോലെയാണ് ഞാനും ബൈച്ചേട്ടൻ തമ്മിലുള്ള കെമിസ്ട്രി മാർഗംകളിയിൽ വെള്ളോടി സീക്വൻസ് ഒക്കെ. ഇത് കഴിഞ്ഞ് ഷൂട്ടിംഗ് ഒക്കെ തീർന്ന് പുള്ളിക്ക് എന്നെ പതുക്കെ ഇഷ്ടമൊക്കെ ആയി തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും പുള്ളി ഒരു ദിവസം ക്യാരവാനിൽ ഇരുന്നപ്പോൾ എന്നോട് പറഞ്ഞു, നിന്നെ പറ്റി പുറത്ത് ഭയങ്കര കുഴപ്പമാണ് കേൾക്കണം കേട്ടാ. പച്ചക്ക് പറയാ പുള്ളി. അത് പുള്ളിനോട് ആരൊക്കെയോ എന്തോ പറഞ്ഞു കൊടുത്തത് പുള്ളി പച്ചക്ക് അത് പറയുക. ഞാൻ പറഞ്ഞു ചേട്ടൻ എന്നെ മനസ്സിലായില്ലേ, അവനെ ഒന്ന് കാണണ്ടെന്ന്. ഇപ്പൊ നമ്മള് സലീം കുമാറിന്റെ അടുത്ത് കഥ പറയുന്നത് എന്നോട് ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അതായത് അതേ വോയിസിലായിരിക്കും. അതായത് അത് മീറ്ററിൽ നമുക്കറിയില്ല ആർട്ടിസ്റ്റുകൾക്ക് ഇത് ഇഷ്ടപ്പെടുവോ ഇല്ലയോ എന്നുള്ളത്. പക്ഷെ സലീമേട്ടൻ അതെ സലീമേട്ടൻ ഇത് ആസ്വദിക്കണം കണ്ടിട്ട് ഞാൻ വിഷ്ണു കൂടി പറഞ്ഞു, ഞാനാണ് അന്ന് ആ സ്ക്രിപ്റ്റ് അന്ന് പറഞ്ഞത്. അപ്പോൾ സലീമേൻ്റെ അടുത്ത് പറഞ്ഞു, സലീമേട്ട ഈ ഡയലോഗിൽ ഇത് ഇങ്ങനെ തന്നെ പറഞ്ഞാൽ നല്ലതായിരിക്കും എന്നും പറഞ്ഞിട്ട് പുള്ളിനോട് പറയായിരുന്നു. അതായത് കട്ടപ്പന ചന്ത പിരിയുന്ന നേരം ഒരു വയറുപൊട്ടിയ ചാള അത് പൂച്ച കടിച്ചുകൊണ്ട് പോയി, ആ പൂച്ചയുടെ പുറകെ പോയി അതിനെ കമത്തി കിടത്തി അതിനെ ഇക്കളിയിട്ട് അത് കക്കിച്ച ഈ സാധനമില്ലേ. ഇത് പറഞ്ഞപ്പോ പുള്ളി തന്നെ ഇങ്ങനെ നോക്കിയിട്ട് എല്ലാ ഡയലോഗ് കഴിഞ്ഞപ്പോ പുള്ളി നോക്കിയിട്ട് പറഞ്ഞു, ഇതിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിക്കോട്ടെ. പുള്ളി എനിക്കിട്ട് തന്നാണ്. അതായത് നീ അത് എല്ലാം എനിക്കിട്ടുണ്ടാക്കണ്ട, ഞാൻ കുറച്ചെങ്കിലും മാറ്റം വരുത്തുന്നുള്ളത്. പക്ഷേ അത് പുള്ളി മീറ്റർ അവിടെ നമ്മളന്ന് എങ്ങനെയാണോ വായിച്ചത് അങ്ങനെ തന്നെ പുള്ളി പെർഫോം ചെയ്തു. ആ സിനിമയിൽ ഒരു ഇമോഷണൽ ആയിട്ട് സീനുണ്ട് എനിക്ക്.
ഭയങ്കരമായിട്ട് ഇങ്ങനെ പറയണം. അപ്പൊ എനിക്ക് തോന്നി ഭയങ്കര രസമായിട്ടുള്ള സീനാണ്, ഏറിയ പിടിക്കാൻ സാധ്യതയുണ്ട് എന്ന് എനിക്ക് തോന്നി. അപ്പൊ ഞാനത് നാഷിക്കിനോട് പറഞ്ഞ് റിഹേഴ്സലൊന്നും അധികം എടുക്കണ്ട, സിദ്ദിഖയും സലിംകുമാറും അതൊക്കെയാണല്ലോ കോമ്പിനേഷൻ. അപ്പോൾ റിഹേഴ്സലൊന്നും ഞാൻ ഒന്നും ചെയ്യൂലട്ടെ, ഞാൻ ടേക്കിന് പറഞ്ഞോളാം എന്ന് പറഞ്ഞു. അപ്പോൾ വലിയ റിഹേഴ്സലൊന്നും ഇല്ല. അതുകൊണ്ട് ഞാനിത് പറഞ്ഞു, ഡയലോഗൊക്കെ പറഞ്ഞ് എല്ലാവരും കയ്യടിയൊക്കെ ചെയ്തു. സിംഗിൾ ഷോട്ടിൽ ഞാൻ പറയാം, കാരണം അത് ചേട്ടൻ പറയേണ്ട കഥയല്ല, കാരണം ഞാനാണ് എൻ്റെ ഉത്തരവാദി. അപ്പോൾ ഇത് എല്ലാവരും കയ്യടിയും. അപ്പോൾ എനിക്ക് ധർമ്മേട്ടന് കയ്യടി കിട്ടിയപ്പോൾ സിംഗിൾ ഷോട്ടാണല്ലോ, ഏതാ മറ്റേ ഡയലോഗാണ്, നീ എന്താ എല്ലാവരും വിളിച്ചപ്പോൾ കൂടെ എന്നുള്ള ആ പടത്തിലെ ഏറ്റവും കോറ് ഡയലോഗാണല്ലോ അത്. നീ വിളിച്ചു കഴിഞ്ഞാൽ വരുമെന്ന് അറിയാവുന്നതുകൊണ്ടാണെന്ന് പറയുന്ന ഡയലോഗാണ്. അത് പറഞ്ഞപ്പോഴേക്കും എല്ലാവരും അവിടെ നിന്നവരൊക്കെ കണ്ണ് നിറഞ്ഞ് സ്പോട്ടിൽ കയ്യടിയാ, ഭയങ്കര കയ്യടി കിട്ടപ്പോൾ സലീമേണ്ണ അവിടെ ഇരിക്കുക കേട്ടോ. അപ്പം ഞാനിങ്ങനെ കണ്ടിട്ട് ഞാൻ സലീമേണ്ണ നോക്കും, ധർമ്മേണ്ണ നോക്കും, ഓഹ് സലീമേട്ടാ കേട്ടാ എങ്ങനെയുണ്ടായി എന്ന് വെച്ചാൽ. അപ്പൊ എനിക്ക് സലീമേട്ടന്റെ വായിൽ നിന്ന് ഇങ്ങനെ പുകഴ്ത്തനേക്കാൻ വേണ്ടിട്ടാ. എങ്ങനെയുണ്ടായി, അവനാൽ കഴിയുന്നവൻ ചെയ്തു, ഒറ്റടിക്ക് അല്ലേ അവൻ ചെയ്തു, അതായത് അവനെ കൊണ്ട്. രണ്ടാമത് എടുക്കണമെന്നൊക്കെ സിദ്ദിഖൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട്. ആഷിക്ക് പറഞ്ഞു അത് മതി, അത് മതി, ഇത് മതി എന്ന് പറഞ്ഞ സാധനം. അല്ല ഇത് ഈ ഒരു സലീമേട്ടന്റെ ഈ ഡയലോഗില്ലേ, അത് ചില വേറെ ആളുകളിൽ നമ്മൾ കാണാറുണ്ട്. അതായത് ഏതൊരു മിമിക്രി ട്രൂപ്പ് വന്നിട്ട് ഭയങ്കരമായിട്ട് അവരുടെ നാട്ടിൽ നോർമലി ഇപ്പൊ ബോൾഗാട്ടിയിൽ ഒരു മിമിക്രി ആർട്ടിസ്റ്റ് ഉണ്ടെന്ന് വിചാരിക്കുക, അവിടെ വന്ന് വേറൊരു ടീം വന്ന് വൻ കളി കളിച്ചെന്ന് വിചാരിക്കുക, വൻ കളി ഭയങ്കര വിജയം. അപ്പൊ ഈ മിമിക്രി ആർട്ടിസ്റ്റിനോട്, ഇത് അവിടുത്തെ നാട്ടുകാരനായ മിമിക്രി ആർട്ടിസ്റ്റിനോട് മെയിൻ മിമിക്രി ആർട്ടിസ്റ്റുകൾ ചോദിക്കും, പരിപാടി വിജയിച്ചല്ല എങ്ങനെയുണ്ടായിരുന്നാ നോക്കുമ്പോ, ആ ഇവിടുത്തെ ആളുകൾക്ക് ഇതൊക്കെ മതിയറാ എന്ന് പറയൂലേ, അത് കേട്ടില്ലേ? അതിന്റെ തന്നെ വേറൊരു വേർഷനാണ് സലീമേട്ടൻ പറഞ്ഞത്. അതിനകത്ത് എല്ലാം ഉണ്ട്. അതെ, അല്ല സലീമേട്ടനെ വെച്ച് പറയുമ്പോൾ ഒരു വലിയൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പൊ ഞാനും വിഷ്ണുവും നമ്മളൊരു എഴുതുമ്പോൾ നമുക്കൊരു തമാശ ഏട്ടാ ചേട്ടാ, ഒരു സാധനം എഴുതിയിട്ട് ഇത് വിജയിക്കുമെന്ന് ഉറപ്പായിട്ട് കുറച്ച് നമ്മൾ ആർട്ടിസ്റ്റുകൾ എഴുതൂലേ, ഈ കൗണ്ടർ ഇങ്ങനെ എഴുതിയാൽ വിജയിക്കും, അത് ഈ പുള്ളിയുടെ ടോണിൽ എഴുതിയാൽ വിജയിക്കും. ഇപ്പോൾ ധർമ്മേട്ടനെ ഞങ്ങൾ എഴുതിയപ്പോൾ ഞങ്ങൾക്ക് 100% ഈ വിഷ്ണുവിൻ്റെയും ഇവരുടെ ഇമോഷനില്ലേ, അമ്മേനെ പറ്റി പറയുന്ന സാധനം, അമ്മേനെ പറ്റി ഒരു സാധനം പറഞ്ഞു കഴിഞ്ഞിട്ട് അടുത്ത ലാൻഡിങ് എന്ന് പറഞ്ഞാൽ അത്രയും ആളുകളെ കണ്ണ് നിറച്ച് കരയിപ്പിച്ചിട്ട് പുള്ളി ഇരുന്ന് കരയണതാ. പുള്ളി ഇരുന്ന് കരയുമ്പോൾ വിഷ്ണു എന്തിനാണോ പോട്ടറാന്ന് പറയുമ്പോൾ അതല്ലടാ എന്റെ സാധനോടാ നീ എടുത്ത് അടിച്ചെന്ന് പറയാൻ അത് ധർമ്മേട്ടൻ പറഞ്ഞാലേ ഏക്കോളൂ. അത് ചില ആർട്ടിസ്റ്റുകൾക്കുള്ള ഫ്രീഡാണ്. അതേപോലെ ഒരു ആർട്ടിസ്റ്റാണ് സലീമേട്ടൻ, നമ്മുടെ എല്ലാവരുടെയും നഷ്ടം. നമ്മളെ പുലിവാൽ കല്യാണത്തിലൊക്കെ സീനിൽ ഇല്ലാത്തൊരു സാധനമായിരുന്നു മറ്റേതൊക്കെ. എന്താ പറയാ, ഞാനൊരു രഹസ്യം പറയാം, നമ്മള് 5-6 പേര് വെച്ച് മൂന്നാമതൊരാൾ ഇക്കാര്യം അറിയരുത്. അത് ആ ചിരികളുടെ മേളത്തിനിടയ്ക്ക് ഈ ഡയലോഗൊന്നും ആരും കേട്ടേ ഇല്ല. അപ്പൊ ഇതിന് പുലിവാൽ കല്യാണത്തിന് വേറെ സാധനമൊക്കെ അടിക്കുന്നുണ്ട്, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കാഞ്ഞിട്ടാ. അതായത് വല്ല തിരക്കിന്റെ ഇടയിൽ പോകുമ്പോ ഈ പുള്ളി സാമിപാദം ശബരിമലയിലെ ആളുകളെ മാറ്റാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കൊക്കെ അതൊക്കെ ഉപയോഗിക്കുന്നുണ്ട് പുള്ളി ഒരു എന്താ പറയുക ലെജൻഡായിട്ടുള്ള. അതായത് പപ്പുവേട്ടൻ കഴിഞ്ഞാൽ പപ്പുവേട്ടനും സലീമേട്ടനും മാത്രമാണ് മലയാളികൾ ഓവറാക്കാനുള്ള ഇത് കൊടുത്തിട്ടുള്ളൂ. രണ്ടുപേരും എത്ര ഓവറായാലും മലയാളികൾക്ക് കുഴപ്പമില്ല. നാടകട്ടോൺ പിടിക്കൂലേ ഈ രണ്ടുപേരും. പടക്കത്തില് ഈ സൈൻ ചെയ്യില്ലേ മറ്റേ ഈ എഗ്രിമെന്റ് സൈൻ ചെയ്യുന്ന സമയത്ത് പുള്ളി ഓരോ വിരലും മാറി മാറി കൈനിട്ടതാ, എല്ലാം മാറി മാറി വെച്ചു പറയും പടക്ക കച്ചവടം ആയതുകൊണ്ട് ഏത് വിരലാണ് എപ്പോഴാ പോണ. ഭയങ്കര ആ ലൊക്കേഷനിൽ ഭയങ്കര രസമായിരുന്നു. എന്തായാലും നമ്മൾ മറ്റുള്ള വിശേഷങ്ങൾ പറഞ്ഞു. നമ്മുടെ പ്രോഗ്രാം സ്റ്റേജുകളുടെ ഇപ്പോൾ ഒന്ന് പുറകോട്ട് പോകുമ്പോൾ ഓണത്തിൻ്റെ പഴയകാല ഓണം എങ്ങനെയാണ്, പുതിയ കാല ഓണം എങ്ങനെ, ഇതൊക്കെ ഒരു സ്ഥിരം ചോദ്യങ്ങളായിരിക്കും. അപ്പോൾ ഓണത്തിന് നമ്മൾ പോയിട്ടുള്ള ഒരു പ്രോഗ്രാമുകളുടെ ലിസ്റ്റിനകത്ത് എന്തെങ്കിലുമൊക്കെ നല്ല അനുഭവങ്ങളുണ്ടെങ്കിൽ നമുക്കത് ഷെയർ ചെയ്യാം. ഇപ്പൊ ഏറ്റവും കൂടുതൽ എനിക്കൊന്ന് ഒരു ദിവസം ഒരു 100 സ്കിറ്റെങ്കിലും കാണുന്ന ഒരാളല്ലേ. അതെ അതെ, അയ്യോ 100 സ്കിറ്റിൽ കൂടുതൽ തമാശകൾ കാണുമ്പോ ഭയങ്കര എന്തായിരിക്കും തോന്നല്, കാരണം നമ്മളൊരു കോമഡി അതിന് മോളിൽ പറയണം നല്ല ചിരിക്കുന്നത്. എത്ര സ്കിറ്റ് ഒരു ദിവസം കാണും? അല്ല അവിടെ ഒരു ഈ പറഞ്ഞ 100 കാണില്ല, ഇത്തിരി എക്സ്ട്രാജറേഷനാണ്, കാണും. പക്ഷെ അതൊക്കെ ഇല്ലേ നമുക്ക് ഭയങ്കരമായിട്ട് മെൻ്റൽ ഹെൽത്തിന് ഭയങ്കരമായിട്ട് ഗുണം ചെയ്യും, നമ്മുടെ എഴുത്തിനെ ഗുണം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ എഴുത്തിൻ്റെ ചില റൂട്ടുകളുണ്ട്, അത് നമ്മൾ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കും. നമുക്ക് എന്തെങ്കിലും എഴുതുമ്പോഴേ ഇപ്പം ആ പരിപാടിയിൽ തന്നെ ഒരുത്തൻ ഒരു തോക്ക് എടുത്തിട്ട്, ഞാനപ്പോൾ അതിൻ്റെ റൂട്ട് ഇങ്ങനെ ആലോചിച്ചപ്പോൾ നല്ല രസമുള്ള റൂട്ട്, ഒരുത്തൻ തോക്ക് എടുത്തിട്ട് ഇങ്ങനെ വെച്ചേക്കോ, എന്നിട്ട് ഒരു തീവ്രവാദി ഇങ്ങനെ പിടിച്ചിട്ട് വെടിവെക്കാൻ പോവുക. അപ്പോൾ അവൻ പറയാണ്
ശൂന്യതയായിട്ട് വെടിവെച്ചിട്ട് ഒരു കാര്യമില്ല, ആ ഉണ്ട കളയണല്ല. അതായത് ഇവന് ശൂന്യതയായിട്ടാ. ആ അപ്പൊ അങ്ങനെയൊക്കെ റൂട്ട് കിട്ടുമല്ലോ. അപ്പൊ നമുക്ക് അങ്ങനെ കുറെ ഞാൻ ഭയങ്കരമായിട്ട് എനിക്ക് ശരിക്കും കണക്ട് ആയ ഒരു വിഷയം ബീവറേജിന്റെ ഷോപ്പ്. ഒരു സ്കിറ്റ് ഞാൻ ഐറ്റം വേറെയിലിരിക്കുമ്പോ ബീവറേജിന്റെ ഷോപ്പ് കത്തുന്നു. കത്തിയ സമയത്ത് മദ്യപാനികള് ഈ കത്തുന്ന സ്ഥലത്തേക്ക് ഫയർഫോഴ്സിന്റെ ഇടയിൽ കൂടെ വരുന്ന അപ്പൊ ആകാശദീപങ്ങൾ സാക്ഷി പാട്ട്. എന്നിട്ട് ഈ കുടിയന്മാര് വന്നിട്ട് ആദ്യത്തെ കുടിയൻ വന്നിട്ട് ഞാനൊന്ന് കണ്ടോട്ടെ. അതൊക്കെ നമുക്ക് ഭയങ്കര ഫീൽ ചെയ്യും. ഞാൻ കണ്ടോട്ടെ. അതാണ് നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പൊ സ്റ്റേജിൽ അമ്പലപ്പറമ്പിൽ പോയി ചിരിപ്പിക്കാൻ പറ്റണല്ലോ. റിസ്ക് ആണ്. റിസ്ക് എന്ന് വെച്ചാൽ നമുക്ക് അന്ന് വിഷ്വൽ കോമഡി ഇല്ലല്ലോ. ബാക്കിൽ ഈ സ്ക്രീനിലൊന്നും വരില്ല. ഇത് സ്ക്രീനിൽ ഒരു ബസ് സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ ഫുൾ ബസ് സ്റ്റോപ്പ് വരെയാണ്. ഭയങ്കര ബുദ്ധിയാണ് ഇത് ഉണ്ടാക്കണവർ. ഞാൻ പണ്ട് കണ്ട ഒരു പിക്ചർ, അതായത് ഒരാളുടെ വീട്ടിലേക്ക് റോഡിൽ നിന്ന് ബസ് ഇടിച്ച് കയറിയിട്ട് അയാളുടെ വീട് പകുതി മുക്കാലും പൊളിഞ്ഞ് നാശമായി കിടക്കുന്നത്. ശരിക്കും നടന്ന സംഭവല്ലേ? അപ്പോൾ ആ ബസ് വലിയ ബസ്സാണ്. അതാണ് ആ ബസ്സിൻ്റെ ബോഡിയിൽ എഴുതിയേക്കണ ബസ്സിൻ്റെ പേര് SMS എന്ന് പറഞ്ഞിട്ടാണ്, വലിയ അക്ഷരത്തിൽ SMS എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു ടിപ്പിക്കൽ ഒരു മുസ്ലിം ഡ്രസ്സ്, കള്ളിമുണ്ടും ബെൽറ്റും ഈ ബനിയനൊക്കെ ഇട്ടിട്ടുള്ളൊരു ഇക്ക തൊപ്പിയൊക്കെ വെച്ചിട്ടുണ്ട്. പുള്ളിയുടെ ഡയലോഗാണ്, സ്വന്തമായിട്ട് മൊബൈലില്ലാത്ത എനിക്ക് ആരാണ് ഇത്ര വലിയ SMS ഇട്ടത്? ബ്രില്യന്റ് പരിപാടികളാണല്ലോ പ്ലാൻ ചെയ്യുന്നത്. ഇപ്പൊ ഒരു ദിവസം ഇത്രയും 10-14 സ്കിറ്റുകൾ ഉണ്ടാക്കണമെങ്കിൽ ചെറിയ പണിയാണ്. എത്ര മാസം കൊണ്ടാണ് ഒരു സിനിമയിൽ ഒരു ഹ്യൂമർ എഴുതി വരുന്നത്. ഞാൻ ഈ പറയുന്ന രീതിയിൽ ഒരു ഏഷ്യാനെറ്റിൻ്റെ ഒരു അവാർഡ് നൈറ്റ് ഫംഗ്ഷന് ഒരു സ്കിറ്റ് ദൃശ്യമായിരുന്നു. അപ്പോൾ അതിനകത്ത് ലാലേട്ടൻ്റെ പോർഷൻ ഞാൻ കളിച്ചിട്ട് അതിൻ്റെ ക്ലൈമാക്സ് ചെയ്തിരിക്കുന്നത് വെച്ചാൽ ഭയങ്കര വെൽ പ്ലാൻഡ് ആണ്. ഈ സ്റ്റേജിൽ വന്നു, ഇയാളെ കൈക്കോട്ടായിട്ട് ഇതെവിടെയാണെന്നുള്ളത് അറിയാൻ സസ്പെൻസ് വരുമല്ലോ. ലാസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ ഇറങ്ങി വരില്ലേ, എന്നിട്ട് എവിടെയാണ് ഈ ബോഡി ഒളിപ്പിച്ച് വെച്ചിരിക്കുന്നത് ഓഡിയൻസിന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റേജിൽ നിന്ന് ഇറങ്ങി വന്ന് ലാലേട്ട ഇരിക്കുന്നതിൻ്റെ സീറ്റിൻ്റെ അടിയിൽ ചാക്ക് വെച്ചിരിക്കുന്നത്. അത് എഴുതിയായിരുന്നു മനുഷ്യൻ, ഞാനും വിഷ്ണു. അയ്യോ, അത് ബ്രില്യൻറ്റ് സ്ക്രിപ്റ്റിംഗ് ആണ്. ഞാൻ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കണം. നമുക്കത് ചിന്തിക്കാൻ പറ്റില്ലല്ലോ. അത് അപ്പൊ സ്റ്റേജുമായിട്ട് കണക്റ്റഡ്. അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പരിപാടി അല്ലേ? ആ പരിപാടി ഞാനും ഇറങ്ങി വന്നിട്ട് ഞാൻ ആലോചിക്കുകയാണെന്ന് വെച്ചാൽ അത് ഇപ്പൊ അങ്ങനെ ചെയ്യില്ല. നമ്മൾ പണ്ട് സ്റ്റേജ് മാത്രമല്ലേ കളിക്കുള്ളൂ. മാക്സിമം പുറത്തുനിന്ന് വരുന്ന ഒരു കുടിയനായിരിക്കും ആളുകളുടെ ഇടയിൽ നിന്ന് വരുന്നത്. അതിലാണ് ക്ലിപ്പിംഗ് ഒക്കെ 7 ക്ലിപ്പ് അതല്ലേ? അതായത് ആ പരിപാടിക്കാണ് ഷാഫി സാറിന് അന്ന് ഞങ്ങൾ അമർ കമ്മിറ്റ് ചെയ്തിട്ടുള്ളൂ, ചെയ്തിട്ടില്ല. ആ സമയത്ത് എഴുതിയ സ്കിറ്റാണ്. അറിയാണ്ട് പിന്നെ ഫേമസ് ആയപ്പോ ഞാൻ വിട്ടു. ഓർത്ത് പറഞ്ഞത് ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. നമ്മൾ ചിലരെ കണക്റ്റഡ് എന്നത് അങ്ങനെയാണല്ലോ. ഇപ്രാവശ്യം ഓണത്തിന് എങ്ങനെ നിങ്ങളെ ബിരിയാണിയാണോ? ഓണത്തിനോ? നിങ്ങളുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ആയിട്ടാണ് ബിഗ് ബിരിയാണിയിൽ ആക്ച്വലി ഫ്ലേവേഴ്സ് ഈ പറയുന്ന വൈറ്റ് അല്ലാതെ ഞങ്ങളുടെ തമിഴ്നാട് ബിരിയാണി പോലെ മിക്സ് ചെയ്തില്ല. ഇവര് കറക്റ്റ് തലശ്ശേരി, കോഴിക്കോട്, കണ്ണൂര്, അതെങ്ങനെ പറഞ്ഞാലും അത് ശരിക്കും ഇവിടെ കിട്ടില്ല. ചിലരിങ്ങനെ എഴുതിയെല്ലാം വെക്കും തലശ്ശേരി ബിരിയാണി. അവിടെ ഈ തമിഴ്നാട് ബിരിയാണി സ്റ്റൈലിൽ അറിയാലോ, നമ്മൾ കഴിച്ചിട്ടുണ്ടാവും. അല്ല അതുപോലത്തെ അല്ല, ഇത് കുറച്ചുകൂടെ നന്നായി ഫേമസ് കട ഏതായിരുന്നു ചേട്ടാ? അതവിടെ NMR-ന്റെ. പക്ഷെ ഇപ്പൊ ഒരുപാടെണ്ണം വന്നു. എന്നിട്ട് ഇപ്പൊ ഒരുപാട് വേവ് ഉണ്ടാവും, വെന്തുണ്ടാവും. അപ്പൊ അതിന്റെ കൂടെ ഒരു കറി ഉണ്ടാവും, വലിയ വലിയ കുമ്പളങ്ങയല്ലേ, കുമ്പളങ്ങയുണ്ട്, ചിക്കനും എല്ലാം ഉണ്ടാവും. ഇത് വലിയ വലിയ പീസ് ഇട്ടിട്ട് അതിന്റെ കൂടെ മട്ടണ അതും കൂടെ ഉണ്ടാവും. ഈ ഗ്രേവിയിലാണ് ഇത് കഴിക്കുന്നത്. നമുക്ക് പറ്റിയ തിരുവോണാണെങ്കിലും എല്ലാ സദ്യയും വെച്ചിട്ട് ഇപ്പുറത്തെ ഒരു കരിമീൻ പൊരിച്ചതോ ഒരു ചിക്കൻ പൊരിച്ചതോ. ഇവിടെ ഒന്നുമില്ല. ഇവിടെ അങ്ങനെയില്ല. പിന്നെ ഓണത്തിന് എന്ന് പറയുന്നത് ഞങ്ങളുടെ പാലക്കാട് എല്ലാ സ്ഥലത്തും ഉണ്ടോയെന്ന് അറിയില്ല. ഓണത്തിന്റെ ഇതും കൂടെ ഷെയർ ചെയ്യുമ്പോൾ ഞാൻ പറയാണ്, ഞങ്ങൾ പുത്തരി ഉണ്ടെന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാവും. പക്ഷെ അവിടെ ഉണ്ടെന്ന് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ പുതിയ അരി കൊണ്ടുള്ള നെല്ല് കുത്തിയതിന് ശേഷം പുതിയ ചോറെടുക്കുക, അതാണ് പുത്തരി എന്ന് പറയുന്നത്. അതിന് മുമ്പൊരു ചടങ്ങുണ്ട്. അവലില്ലേ, പുതിയ നെല്ല് കൊണ്ടുണ്ടാക്കിയ അവല് കുത്തിയെടുത്ത് ഈ അവലും എരിശ്ശേരി, മത്തൻ എരിശ്ശേരിയും പായസവും പഴവും പപ്പടവും എല്ലാം കൂടെ ഇലയിലിട്ട് ആ വീട്ടിലെ കാരണവരാരാണോ അവർ ഇത് കുഴച്ച് ഉരുളകളാക്കും. എന്നിട്ട് ഉരുള എടുത്തിട്ട് ഈ ഉരുള എടുത്തതിന് ശേഷം വിളക്കില്ലേ, വിളക്കിൻ്റെ നാളം സ്ട്രൈറ്റ് ആകുമ്പോൾ മാത്രം ആ വീട്ടിലെ ഏജിനനുസരിച്ച് ഓരോരുത്തർക്കും വാരിത്തരും. അയ്യോ, ഇത് ചെയ്യണതാ, ഞാൻ വീട്ടിൽ ചെയ്യുന്നതാണ്. ഇതാ
ഈ പറഞ്ഞത് ആ പിന്നെ ട്യൂഷനിലിട്ടിട്ട് ഇന്നവരെ മുടക്കിയിട്ടില്ല. അച്ഛനായിട്ട് ഉണ്ടാക്കിയ ഒരു ശീലം. പഴയതാണ്. ഇപ്പൊ നല്ല ആരുമില്ല. ട്യൂഷനിലിട്ടിട്ട് അവിടെ നിലവിളക്കൊക്കെ taste വെച്ചിട്ട് അറിയോ? അവിടെ വെച്ചിട്ട് നമ്മൾ ഈ ഇതുണ്ടാക്കും. അവിൽ വെച്ചിട്ടിട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ടുള്ള ഇത് വെക്കും. ഇപ്പുറത്ത് ഓണക്കോടികൾ വെക്കും. ഒരു വാഴയില് ഓണക്കോടികൾ വെക്കും. അത്രയും നിറച്ചല്ലാത്തതുകൊണ്ട് അല്ല അത് അതിൽ നിന്നൊരു തിരിയെടുത്തിട്ട് ഇല തന്നെ വലുത്. അല്ല ഇപ്പം ഞാനാണ് ഇപ്പോൾ അമ്മച്ചൊക്കെ പോയതുകൊണ്ട് ഞാനാണ് ഇപ്പോൾ വീട്ടിലെ ആൾ. അതിന് തിരിയൊക്കെ എടുത്ത് ഒന്ന് ഒഴിഞ്ഞ് കളഞ്ഞ് ഈ ഉണ്ട പിടിച്ച ഇത് കൊടുക്കും. അത് കഴിഞ്ഞിട്ട് ബാക്കി ഭക്ഷണമുള്ളൂ. അതിൽ നിന്നൊരുന്നുള്ളു തിന്ന് ഈ കോടി എന്താന്ന് വെച്ചാൽ അതും എടുത്ത് അതിൻ്റെ ഒരു നൂല് പൊട്ടിച്ചിട്ട് അങ്ങനെ പുന്നല് എന്ന് പറഞ്ഞ സംഭവം അത്. ഇപ്പോൾ ഞങ്ങളിവിടെ കൃഷിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾക്ക് കൃഷി ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ കൃഷിയില്ലാത്തതുകൊണ്ട് പുന്നല് അമ്പലത്തിൽ കിട്ടും. രാവിലെ പോയി കഴിഞ്ഞാൽ പുന്നല് കിട്ടും. അപ്പോൾ ആ പുന്നല് ഇതിൽ എല്ലാം കൂടി ഇടാൻ പറ്റില്ല, എല്ലാം പുന്നലാക്കാൻ പറ്റില്ല. അപ്പോൾ ആ പുന്നലിൻ്റെ ഇത് നമ്മൾ കയ്യിലിടും. അങ്ങനെ ചടങ്ങൊക്കെ ഞാൻ ഇപ്പോഴും കാണുന്നില്ലേ? പുന്നല് കണ്ട പെരിച്ചാഴി പഴഞ്ചൊല്ല് മാത്രമേ ഉള്ളൂ. അത് ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ, ഇപ്പോഴും ഉണ്ട്. ഭയങ്കരതാണ്. എനിക്ക് ഓർമ്മയില്ല ഏറ്റവും നല്ല ഓണം എന്ന് പറയുന്നത്. ഞാൻ ഇപ്പോഴും ചെയ്യാറുണ്ട് എല്ലാം. എനിക്കിപ്പോൾ ഞങ്ങൾക്കിപ്പോൾ കൃഷിയെല്ലാം കൊടുത്തു. ആ കൃഷിക്കാലത്തുള്ള കാര്യം ഞാൻ പറഞ്ഞു. എനിക്ക് വളരെ മോശമായിട്ടൊരു ഓണം ഓർമ്മയുണ്ട്. അതായത് കലാഭവനിൽ ഈ ബി ടീമിൽ കയറുന്നതിന് മുമ്പ് സ്റ്റുഡൻ്റ് ആയിട്ടുണ്ടായിരുന്നു ഞാൻ കലാഭവനിൽ. അപ്പം ഞങ്ങൾ എല്ലാ പിള്ളേരും കൂടി തട്ടിക്കൂട്ടിയിട്ട് ഓണത്തിന് പിറവം അങ്ങോട്ട് ലോങ്ങിൽ ഒരു പ്രോഗ്രാം പിടിച്ചു. അപ്പോൾ നമ്മുടെ ഇപ്പോഴത്തെ കൂട്ടുകാരൊക്കെ എല്ലാവരും ഉണ്ട് കേട്ടോ. ഷിജനൊക്കെ ഉണ്ട്, മായിലുള്ള ഷിജനൊക്കെ ഉണ്ട്. ഈ പ്രോഗ്രാം പൊളിഞ്ഞെന്ന് പറഞ്ഞാൽ അറ്റം പറഞ്ഞാണ് പൊളിഞ്ഞേക്കണ. ചെറിയ ഇതല്ല ചേട്ടാ, നമ്മള് ചെറിയ ഫ്ലോപ്പ് പടം പൊളിഞ്ഞു എന്നൊക്കെ അതല്ല, ഡിസാസ്റ്റർ ആണ്. ഒരു സ്റ്റേജിൽ നിന്ന് കൂവാങ്ങ വന്നിട്ട് അറ്റം വരെ ഈ ഷിജൻ നിന്ന് കൂവാങ്ങി. അവൻ കാരണമാണ് പരിപാടി പൊളിഞ്ഞത് കേട്ടാ. പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാത്രി വേറെ വണ്ടിയില്ല, വഴി നല്ല ദൂരമുണ്ട്. ഈ പൊളിഞ്ഞ കമ്മിറ്റിക്കാരൻ്റെ വീട്ടിൽ തന്നെ കിടന്നുറങ്ങണം, അവിടെ തന്നെ ഭക്ഷണം കഴിക്കണം. അപ്പൊ ഞങ്ങള് ഇലയിട്ടേ ഞാനൊക്കെ എങ്ങനെയെങ്കിലും ഒന്ന് നാണക്കേട് കൊണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ചോറെടുത്ത് ഇങ്ങനെ നമ്മൾ തിന്നിട്ട് നമ്മളിങ്ങനെ നോക്കുമ്പോൾ ഷിജൻ ചേട്ടൊരു പപ്പടം, ഒരു നാണമില്ലാതെ പപ്പടം ചോദിച്ചിട്ട് കമ്മിറ്റിക്കാരൻ ഇവനൊരു നോട്ടം നോക്കി. എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ നിന്ന് മുള്ളിപ്പോവും അതേപോലത്തെ നോട്ടം നോക്കി. ഇവനിതൊന്നും അറിഞ്ഞിട്ടില്ല. നമുക്കൊരു സാധനം ചോദിക്കാൻ പേടി, കൈ കഴുകണ എവിടെയെന്ന് ചോദിക്കാൻ പേടി. കാരണം എങ്ങനെയെങ്കിലും, പക്ഷെ വേറെ വഴിയില്ല ചേട്ടാ. എനിക്കാണെങ്കിൽ നല്ല ദൂരമുണ്ട്, 1 മണിക്കൂറിന് മുകളിൽ നടക്കാനുണ്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് നമ്മളവിടെ അറിയാം. അപ്പോൾ അതായത് ഓണം പുലർന്നു, 12 മണി കഴിഞ്ഞു, നമ്മൾ പരിപാടിയും കഴിഞ്ഞു, കൂവും കിട്ടിയെന്ന് പറഞ്ഞാൽ അമ്മതിരി കൂവ. ആ നാട്ടുകാർ മൊത്തം കൂവിയേ. എൻ്റെ ഓർമ്മയിൽ ചെറിയ കൊച്ചിരുന്നു എനിക്ക് ഓർമ്മയുണ്ട്. ഈ വേഗം കിടന്നോ, ഞാൻ പറഞ്ഞൊരു 4 മണിയാകുമ്പോൾ ഇനി വെളുപ്പിന് ഇവരുടെ മുഖം കാണാൻ വയ്യ. അതായത് സ്ത്രീകളൊക്കെ ആ കുടുംബത്തിലെ ചേട്ടന്മാർ നമ്മളെ കലിപ്പിച്ച് നോക്കണം. ഓക്കെ, സ്ത്രീകളും നമ്മളെ ദേഷ്യത്തിൽ നോക്കണേ. അപ്പൊ അമ്മാതിരി പരിപാടി അതേക്കണേ. അപ്പൊ ഞാൻ പറഞ്ഞു 4 മണിക്ക് എങ്ങനെയെങ്കിലും ഇവിടുന്ന് പോകണം. അപ്പൊ അവരോട് നിനക്ക് നടക്കണം. ഞാൻ പറഞ്ഞു എന്തായാലും കുഴപ്പമില്ല, എനിക്ക് ഇവിടുന്ന് പോയാൽ അവരെണീക്കണതിന് മുമ്പ് നമ്മൾ ഇറങ്ങണം എന്ന് പറഞ്ഞു. അപ്പൊ ഓക്കെ എന്ന് പറഞ്ഞു ഷിജനൊക്കെ ഇത്. അപ്പൊ ഞാൻ രാവിലെ എണീറ്റ് ഞാൻ എണീക്കെന്ന് പറഞ്ഞപ്പോഴേക്കും ഷിജൻ നേരത്തെ എണീറ്റിട്ടാ. അപ്പം ഞാൻ ഈ വെള്ള ഡ്രസ്സൊക്കെ എടുത്ത് ചുളുങ്ങിക്കൂടിയൊക്കെ എടുത്ത് ജുബയൊക്കെ എടുത്തിട്ട് ഇറങ്ങാൻ നോക്കുമ്പോൾ ഷിജൻ ഇറങ്ങല്ല. എന്താന്ന് വെച്ചാല് ഇഞ്ചി ചെയ്യുന്നു പുള്ളി. പരിപാടി പൊളിച്ചവൻ ഇഞ്ചി ചെയ്യുന്നു വെളുപ്പിന് 4 മണി. ഞാൻ പറഞ്ഞു ഇതിനൊരു കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇറങ്ങി. ഞങ്ങൾ ഇറങ്ങിയിട്ടേട്ടാ, ഈ ആവേശത്തിൽ ഞാൻ പറയുകയും ചെയ്ത് നടക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് നടക്കാൻ പറ്റണ്ടോ. ഇതെൻ്റെ ഒരു 15 വയസ്സുള്ളപ്പോൾ കാര്യമായിട്ടായി പറയണേ, 15 വയസ്സുള്ളപ്പോൾ കാര്യമാണ്. അപ്പോൾ എനിക്ക് അന്ന് ഈ പറഞ്ഞ പോലെ ഇന്ന് 5 മിനിറ്റ് കിടക്കാൻ പറ്റില്ല, അന്ന് പിന്നെ അരമണിക്കൂറെങ്കിലും ഞാൻ ഒരു നടന്നു കഴിഞ്ഞപ്പോഴേക്കും കാല് കഴിച്ചിട്ട് ഒരു രക്ഷയില്ല. ഞാൻ അവിടെ ഇരുന്നിട്ട് ഞാൻ പറഞ്ഞു നിങ്ങൾ പൊക്കോടാ, ഞാൻ എങ്ങനെയെങ്കിലും വന്നോളാന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ചെറുപ്പം മുതലൊരു കാര്യമുണ്ട്, എൻ്റെ ജീവിതം എന്ത് കാര്യത്തിലും മുട്ട് വന്നാൽ എപ്പോഴെങ്കിലും ഒരു വെളിച്ചം എവിടെന്നെങ്കിലും വരും. അതെന്നെ രക്ഷിക്കാനുള്ള വെളിച്ചമായിരിക്കും, എന്നെ സഹായിക്കാൻ ആരെങ്കിലും വന്നിരിക്കും, കൺഫേമാണ്. അപ്പം ഞാനിങ്ങനെ അവർ നടന്നങ്ങ് പോയി. ഞാനിങ്ങനെ നോക്കിയപ്പോൾ ദൂരെ നിന്നൊരു വെളിച്ചം, ഒരാളിങ്ങനെ വന്ന് ഞാൻ കൈ കാണിച്ച് നിർത്തി. അപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു ഇത്തിരി പഴയ അച്ചൻകുഞ്ഞിനൊക്കെ പോലെ ഇരിക്കുന്ന ഒരാൾ. വെളുപ്പിന് 4 മണിക്ക് അച്ചൻകുഞ്ഞിനെ കണ്ടു കഴിഞ്ഞാൽ നമ്മളൊന്ന് പേടിക്കും. ഞാൻ പറഞ്ഞു ചേട്ടാ ഒന്ന് ബസ് സ്റ്റോപ്പ് വരെ കയറ് എന്ന് പറഞ്ഞു. ഞാൻ കയറി
ഞാൻ പുറകിലിരുന്നിട്ട് ഞാനിങ്ങനെ അപ്പോൾ എനിക്കപ്പം ഞാൻ ദൈവത്തിനോട് നന്ദി പറയണ്ട കേട്ടോ. നമ്മൾ ചേട്ടാ വലിയ പറയട്ടെ മറ്റെന്ന് പറഞ്ഞാൽ പറഞ്ഞു ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോന്ന് കാര്യങ്ങൾ. പുള്ളി അവിടെ ചെന്നിട്ട് എനിക്ക് ഒരു ചായക്കടയിലാണ് ചെന്ന്. അപ്പോൾ ഈ പുള്ളി വെളുപ്പിന് എന്താ പോണേന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. പുള്ളി നേരെ അവിടെ ഒരു ചായ എന്ന് പറഞ്ഞിട്ട് അയാളൊരു ചായ പിടിച്ച് എനിക്ക് ചായ പിടിച്ചു. അപ്പോൾ ഇവർ പിന്നെ വരണം, ഞാൻ ആദ്യം ചെന്നത്, ഞാൻ അവർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഈ പുള്ളി ഇങ്ങനെ നിന്നിട്ട് അപ്പം ഞാൻ പറഞ്ഞ്, അപ്പോൾ പുള്ളി ഇങ്ങനെ സഞ്ചിന്നൊക്കെ ഓരോന്ന് എടുക്കണേണ് എന്തൊക്കെയോ. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാനിങ്ങനെ കുറേ നേരം സംസാരിച്ചു, ചേട്ടൻ എനിക്ക് ശരിക്കും ഇപ്പോൾ ദൈവതുല്യനാണ്. പക്ഷെ ഞാൻ കുറേ നേരം സംസാരിച്ചിട്ടും ചേട്ടൻ എന്താണ് എന്നോടൊന്നും മിണ്ടാഞ്ഞെന്ന് ചോദിച്ചു. ചേട്ടൻ ചായ വരെ മേടിച്ചു തന്നു, അതൊക്കെ സന്തോഷം. നിൻ്റെയൊക്കെ പരിപാടിയായി ഇന്നലെ കണ്ടിരുന്നു, അതിൻ്റെ ദേഷ്യം നിന്നോട് ഉണ്ട് താനും, നിന്റെ കാലിൻ്റെ കാര്യം ഓർത്തപ്പോൾ എനിക്ക് സങ്കടമായി. ഇത് രണ്ടും കൂടി മിക്സ് ആയതുകൊണ്ടാണ് നിന്നോട് ഞാൻ മിണ്ടാത്തത്. എന്നെ കൊണ്ട് രണ്ടും കൂടി പരിപാടിക്ക് ദേഷ്യമുണ്ട് പുള്ളിക്ക്, തല്ലണമെന്നുണ്ട് തന്നെ, പക്ഷേ പാടില്ലാത്തോണ്ട് തല്ലാനും പറ്റില്ല. ഇത് രണ്ടും കൂടി അതാണ് പുള്ളി. അപ്പം ഞാൻ ഇതെടുത്തപ്പോൾ പുള്ളി വാളൊക്കെ എടുക്കണ്, വെട്ടണ പോലത്തെ വാക്കെത്തിയൊക്കെ. അപ്പം ഞാൻ വിചാരിച്ചു, അപ്പം ഞാൻ ചോദിച്ചു ചേട്ടൻ്റെ ജോലി എന്താണ്? എനിക്കിവിടെ മറ്റേ പശുവിനെ ഇറക്കണം, മറ്റേ കശാപ്പുകാരുടെ പുള്ളി, അതാ പുള്ളി വെളുപ്പിന് ഇറങ്ങിയത്, മനസ്സിലായ? ദേഷ്യമുണ്ട്. അതെനിക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. കാരണം കാലനും ദൈവം കൂടി ഒരുമിച്ച് വീണ്ടും കറങ്ങി അതൊരു ഓണത്തിനായിരുന്നു. അതെനിക്ക് ഇന്നേ വരെ ആ ഓണം എനിക്ക് മറക്കാനായിട്ട്. കാരണം പിന്നെ നമുക്കൊരു ട്രോമ ഉണ്ടാവും. ഏത് ഈ പരിപാടി പൊളിയണമെന്ന് പറഞ്ഞാൽ നമുക്കിതൊരു ശീലമുള്ള പരിപാടിയല്ല, ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെ. നമ്മൾ തുടക്ക സമയമല്ലേ, അപ്പൊ ഇതോടുകൂടി നിർത്താമെന്ന് തീരുമാനിച്ചായിരുന്നു ഞാൻ. മിമിക്രിയെ നിർത്താമെന്ന് ആ സംഭവത്തോട് പൊളിഞ്ഞു കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് ഭക്ഷണം കഴിക്കാൻ പോകുന്ന ഒരു അവസ്ഥ വല്ലാത്തൊരു അവസ്ഥയാണ്. വേറൊരു സ്ഥലത്തേ ഒരു പള്ളി പെരുന്നാളിൽ ഇതുപോലെ പരിപാടി പൊളിഞ്ഞ്, അതൊക്കെ മുതിർന്നിട്ടാട്ടോ, നല്ല മുതുക്കനായതിനു ശേഷമാണ് പരിപാടി പൊളിച്ച് കഴിഞ്ഞപ്പോഴേക്കേ കമ്മിറ്റി ഫുഡ് കഴിച്ചോണ്ടിരിക്കുക കേട്ടാ, കമ്മിറ്റിക്കാരും ഒന്നും പറയുന്നില്ല. ചീത്ത പറയണല്ലേ, ചീത്ത പറയാണ്ടാവുമ്പോ നമുക്ക് എന്തോ പോലെ എന്തെങ്കിലും പറയണ്ട, ഒന്നും പറയണ്ട. ചിരിച്ച മുഖത്തോടുകൂടി കഴിക്കേ, ദേ ആ ബീഫ് ഇട്ട് കഴിക്കേ, എന്താ കഴിക്കാത്തത്? സ്നേഹം കൂടിയിട്ടേ നമുക്ക്. അപ്പോഴ ലാസ്റ്റ് എന്തെങ്കിലും ഒരുത്തം വന്നേക്കുക, അവന്റെ കയ്യിലൊരു ചെറിയ കൊച്ച്, അവൻ വന്നിട്ട് മോനു ദേ പാട്ട് പാടിയ ചേട്ടൻ ഒരു തല്ലു കൊടുക്ക്, അടുത്ത ആളുടെ അടുത്ത് ദേ മോനു ഈ ചേട്ടനാണ് മോഹൻലാലിനെ ചെയ്തത്, ഒരടി കൊടുക്ക്. ആ കൊച്ചിനെ കൊണ്ട് തല്ലിച്ചു കളഞ്ഞ പല ടൈപ്പ് പ്രതികാരം. സീരിയൽ എഴുതുന്ന ടൈമിന് ഒരു ദിവസം സാധാരണ ഞാൻ വെളുപ്പിനാണേക്കുമ്പോൾ ഒരു 5 സീനൊക്കെ എഴുതി വെക്കും, എന്നിട്ട് ഞാൻ പുറകെ പോവുള്ളൂ. പുറകെ പോയാൽ 5 സീൻ എടുക്കാനുണ്ടല്ല എന്നൊക്കെ പറഞ്ഞിട്ടാവാം. അന്ന് ഇത് എഴുതാൻ മറന്നു, ഉറങ്ങിപ്പോയി. ഞാൻ എന്ത് ചെയ്യും? അപ്പോൾ എന്നോട് സ്ഥിരം ഒരു കൂട്ടുകാരൻ ചാൻസ് ചോദിക്കും. ഞാൻ അന്ന് കോട്ടയം നസീർ, മാമുക്കോയ അവരൊക്കെയുള്ള വലിയ ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഇവർ 2 കടുകെട്ട് ഡയലോഗും കൂടി എഴുതി കൊടുത്തു വിട്ട്. എൻ്റെ കൂട്ടുകാരൻ സ്ക്രിപ്റ്റ് റൈറ്റർ കൂട്ടുകാരനാണല്ലോ, അഭിനയിക്കാൻ ചെന്നേക്കുന്നത്, മരം വെട്ടുകാരനായിട്ടാണ്. ഇവൻ അതിൻ്റെ ഇടയിൽ ഒരു 3 ഡയലോഗ് ഇതിൻ്റെ ഇടയിൽ അങ്ങോട്ട് അവന് വായിക്കൊള്ളാത്ത ടൈപ്പുള്ളൊരു 3 ഡയലോഗും കൊടുത്തു വിട്ട്. ഞാൻ എഴുതിയിട്ടില്ലല്ലോ, അവൻ ഇവൻ നിന്നങ്ങോട്ട് തെറ്റിക്കാൻ തുടങ്ങിയിട്ട് ഞാനവിടെ ചെന്ന് അത് കഴിഞ്ഞിട്ട് 5 സീനും കൂടി എഴുതി. ബ്രേക്ക് പറയാൻ പറ്റില്ല, സീനും തീർത്താലാണ് ബ്രേക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ആൾക്കാർക്ക് ദേഷ്യം കയറുന്നുണ്ട്. പക്ഷേ റൈറ്ററുടെ കൂട്ടുകാരനാണ്, അങ്ങനെ പെട്ടെന്ന് പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ മാറ്റിയാനേ, അവനെ തന്നെ മാറ്റിയാനേ. അപ്പോൾ അവൻ എല്ലാം കഴിഞ്ഞൊരു കണക്കിന് എന്തോ പറഞ്ഞൊക്കെ ഒപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അവൻ്റെ മുഖം കിട്ടാത്ത രീതിയിലൊക്കെ എടുത്തിട്ട് എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടിരിക്കുമ്പോൾ അടുത്ത് വിശന്നിട്ട് കണ്ണു കാണാൻ പറ്റാണ്ടായിപ്പോയി എന്ന് പറഞ്ഞു. അപ്പോൾ കാര്യത്തിന് അസോസിയേറ്റ് ഡയറക്ടർ ഇനി എവിടെയെങ്കിലും പോകണമെങ്കിൽ ഷൂട്ടിന് മുമ്പ് ഭക്ഷണം കഴിച്ചോളണം. അതെന്തിനാ? ഇങ്ങനെയൊക്കെ അഭിനയിച്ചു കഴിഞ്ഞാൽ പിന്നെ ഭക്ഷണം പോലും തരില്ല. അവൻ പിന്നെ അതുവരെ ചാൻസും ചോദിച്ചിട്ടില്ല. കത്തെഴുതി വെച്ച് പോയി. സാക്സോഫോൺ വായിച്ചുകൊണ്ടിരിക്കുക, സ്റ്റേജിലൊരുത്തൻ സാക്സോഫോൺ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവൻ ചായ പടഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൂട് ചായയുടെ പയ്യൻ വന്നിരിക്കുന്നു. വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇയാൾ എൻ്റെ ഇടയിൽ ഇയാൾ പറഞ്ഞേ ഇവിടെ വെച്ചോളാൻ പറഞ്ഞത്, അതുകൊണ്ട് നേരെ ആ സാക്സോഫോണിൻ്റെ മോളിൽ തിളച്ച. എന്തായാലും ഞങ്ങളുടെ ഓണം ഇത്രയും സന്തോഷകരമാക്കിയതിന് പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നു എൻ്റെ ആദ്യത്തെ വർക്കിന് എനിക്കൊരു ചെറിയ ദക്ഷിണ എനിക്ക് ധർമ്മജൻ ചേട്ടൻ തന്നതുകൊണ്ട് എൻ്റെ വക ഒരു ചെറിയ ഓണസമ്മാനം. ഇത് ധർമ്മജൻ ചേട്ടനല്ല, ഇത് ഷാജു ചേട്ടന്റെ സ്വന്തം ബ്രാൻഡ്. സത്യം. അവര് നമ്മുടെ എല്ലാവരും ആർട്ടിസ്റ്റുകളെ ഇത്ര അതെ
മിമിക്രി ആർട്ടിസ്റ്റുകളുടെ എനിക്ക് മുണ്ട് നിനക്ക് അവിടെ വീട്ടിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞേ, വൈഫിന് കൊണ്ട് കൊടുക്കുക. ഒന്നില്ലെങ്കിൽ ഒരു സാരി കൂടി തരണം, ഇല്ലെങ്കിൽ എനിക്ക് മുണ്ടാക്കി തരണം. അല്ലെങ്കിൽ കുടുംബം രണ്ടാവും, അമ്മയുണ്ട് വൈഫും ഉണ്ട് അല്ലേ ഏട്ടാ? അല്ല, ഇതെന്തായാലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല. ഭാര്യ കൊടുക്കേണ്ട സാരിയാണ്. അതെ, അമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ല ഭാര്യ കൊടുക്കുന്നത്. അതാണ് ഉദ്ദേശിച്ചത്. അതാണ് ഇത് നമ്മുടെ പിള്ളേർ തന്നെയല്ലേ ഇത്? പിന്നെ അത് തന്നെ, അതാ പറഞ്ഞ നമ്മളെ ഏറ്റവും കൂടുതൽ ഓണത്തിന് സപ്പോർട്ട് ചെയ്യുന്ന രണ്ടാൾക്കാരാണ്. അവര് ഭയങ്കരമായിട്ട് അല്ല, അതിൻ്റെ ഒരു സക്സസ് അവർക്കുണ്ട് തീർച്ചയായിട്ടും. ആദ്യം ഈ പറയുന്ന രീതിയിൽ പണ്ട് എൻ്റെ അടുത്ത് കുറച്ച് മുണ്ടുകൾ ഒരു സഞ്ചിയിൽ കൊണ്ടുവന്നിട്ട് കച്ചവടം ചെയ്യാൻ വന്നിട്ട് ഞാൻ അന്ന് എനിക്കൂടെ 200 രൂപയ്ക്ക് 2 മുണ്ട് മേടിച്ചു. അങ്ങനെ എൻ്റെ കൂടെ ഒരു ഫോട്ടോ എടുത്ത് ഇന്ന് അവരുടെ കടയിൽ ഞാൻ പോയപ്പോൾ ആ ഫോട്ടോ അവിടെ വെച്ചു. എന്റെ ബ്രാൻഡ് അംബാസിഡറാണ് നിൽക്കുന്നത്. ചില കാര്യങ്ങൾ നമുക്ക് ഭയങ്കര അഭിമാനം തോന്നും. ഞാൻ ഒരുത്തരൊരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്തു. അവൻ ഇന്ന് 37 ഷോപ്പുണ്ട്. കയറ്റുമതി അല്ല, നമുക്ക് അതിലൊരു വലിയ സാറ്റിസ്ഫാക്ഷനും അതൊക്കെ നമ്മൾ പോലെ ഒരാൾ ഇതായി വരുമ്പോഴേ ഇമാരും മിടുക്കന്മാരുമാണ്. എല്ലാ തൊഴിലാളികളെയൊക്കെ ഒരേപോലെ നിർത്തി അവരുടെ വീഡിയോസ് പ്രോഗ്രാം ചെയ്യിപ്പിക്കുക. എന്തായാലും തിരുവോണത്തിന് ഒരുമിച്ച് കാണാനും നമ്മൾ ഈ പറയുന്ന ഒരുപാട് വിശേഷങ്ങൾ, ഒരുപാട് മനസ്സിൽ തൊടുന്ന ഒരുപാട് കാര്യങ്ങൾ ഷെയർ ചെയ്യാനും നിങ്ങളുടെ തിരക്കിനിടയിൽ നിന്ന് ഇവിടെ വരാൻ പറ്റിയാലും ഞങ്ങൾ ഒരുമിച്ച് കൂടാനും ഒക്കെ പറ്റിയാലും തിരുവോണം ഏറ്റവും മനോഹരവും സന്തോഷമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തിരക്കില്ലാത്തതുകൊണ്ടാണ് വരാൻ പറ്റിയത്. തിരക്കുണ്ടെങ്കിൽ വരുമോ? അല്ല, എന്നാലും തിരക്കുകൾ മാറ്റി വെച്ച് വീട്ടിലായാലും തിരക്കുണ്ടാവുമല്ലോ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് വലിയ സന്തോഷം. കൗമുദിയുടെ എല്ലാ പ്രേക്ഷകർക്കും നിങ്ങൾക്ക് ഒരു ഓണാശംസ നേരം ഞങ്ങളും കൂടെ. കൗമുദി നമ്മുടെ സ്വന്തം ആൾക്കാരാണ്. കൗമുദിയുടെ പ്രേക്ഷകർക്ക് എൻ്റെ ബിബിൻ്റെയും ഞങ്ങളുടെ എല്ലാവരുടെയും നിറഞ്ഞ ഹൃദയ ഓണാശംസകൾ.